الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله مولانا العظيم قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة محمد صلى الله عليه وسلم പൊറുക്കന്റെ പാപം സുയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ടു നീ അല്ലാതെ ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ നഫ്സന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് അട്ടരുതിലാഹേ എന്നെ വേദിയിൽ ഉപവിഷ്ടരായ ബഹുനിരായ പണ്ഡിത മഹത്തുക്കളെ മറ്റു സംഘാടകരെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സഹോദരങ്ങളെ ഉമ്മ പെങ്ങന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ,
ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും അർഹമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ബഹുമാനായ ശൈഖുനാ മണിയൂർ ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഇവിടുത്തെ ബർസഖിയായ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിനെ അനുസ്മരണവും അതുപോലെ തന്നെ ദുആ സദസ്സുമാണ് അൽഹംദുലില്ലാഹ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് ദുആയിക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സമയം നല്ലതുപോലെ താമസിച്ചു. ഒരുപാട് മണിക്കൂറുകളായി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവര്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നിങ്ങളോട് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇരിക്കുന്ന ഓരോരുത്തരോടും ഷെയ്ഖുനായെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ മണിക്കൂറുകൾ, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉസ്താദിനെ കുറിച്ച് ഞാനങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. ഇന്നത്തെ മജ്ലിസ് ദുആയിക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസാ. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദ് അവറുകളെ കുറിച്ച് നമുക്കറിയാം, ഉസ്താദിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം. മണിയൂർ ഉസ്താദിനെ കുറിച്ച് നമ്മൾ പ്രത്യേകമായി ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ എടുത്തു നോക്കുക. ഞാൻ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഉസ്താദുമായിട്ടൊരു ബന്ധമുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് ഇസ്മായിൽ കാസിമി ഉസ്താദ് ഉൾപ്പെടെ എൻ്റെ പ്രിയപ്പെട്ട 3-4 സുഹൃത്തുക്കൾ ഉസ്താദിന്റെ ശിഷ്യന്മാരാ. ഉസ്താദ് തൃക്കരിപ്പൂര് മുനവറിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഉസ്താദിനെ പലപ്പോഴും കാണാൻ പോയിട്ടുണ്ട്. ആ കാണാൻ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട ശൈഖുന ഉസ്താദിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് എല്ലാവരോടുമുള്ള ഉസ്താദിന്റെ ആ ഒരു പെരുമാറ്റമാണ്. പ്രായം കുറഞ്ഞവരാകട്ടെ, ആലിമീങ്ങളാകട്ടെ, സയ്യിദന്മാരാകട്ടെ, ഓരോരുത്തരോടും ഉസ്താദ് കാണിക്കുന്ന ആ ഒരു വല്ലാത്ത അമിതമായിട്ടുള്ള ഒരു സ്നേഹം, ഒരു ആദരവ്, ഒരു ബഹുമാനം. ഞങ്ങൾക്ക് ഉസ്താദിനെ കാണാൻ പോകുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുത്ത് ചായ കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കാറുണ്ട്. സയ്യിദന്മാരെ വല്ലാതെ ബഹുമാനിച്ചിരുന്ന മുതഅല്ലിമീങ്ങളോട് വല്ലാത്ത സ്നേഹം, പ്രായമുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന തന്നെ ഉസ്താദ് കൊടുക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകൾ അല്ലാഹു ഇത്രയും വലിയ ഉയരങ്ങളിൽ എത്തിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ, മൻ തകബ്ബറ വദഅഹുല്ലാഹ് മൻ തവാളഅ റഫഅഹുല്ലാഹ്. ഏതൊരു മനുഷ്യനാണോ വിനയം കാണിക്കുന്നത്, ആ വിനയം കാണിക്കുന്ന മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമെന്ന മുത്തുനബിയുടെ ഹദീസ്. ഉസ്താദ് അവറുകളുടെ ആ ഒരു പെരുമാറ്റം കണ്ടാൽ ഏതും മനുഷ്യന്റെയും മനസ്സിന് വല്ലാതെ സ്വാധീനിച്ചു പോകുന്ന, പടച്ചവനെ മനസ്സറിയാതെ സ്നേഹിച്ചു പോകുന്ന ഒരു വലിയ ഗുണം, ആരോടുമുള്ള പെരുമാറ്റം, വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, വളരെ താഴ്മയോടുകൂടിയുള്ള ഒരു സംസാരം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുടെ ദുആയ്ക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഇജാബത്ത് തന്നെ അല്ലാഹു കൊടുത്തു. ഒരു വാക്ക് പറഞ്ഞാൽ ഏത് രോഗിയും വരുമ്പോൾ ഉസ്താദ് അവറുകളുടെ വായിൽ നിന്ന് വരുന്നൊരു വാക്ക്, ഒരല്പം വെള്ളം, അതിനൊക്കെ വല്ലാത്ത ശിഫയുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും പലപ്പോഴും ഉസ്താദിന്റെ വെള്ളം ഞാൻ എൻ്റെ മക്കൾക്ക്, എൻ്റെ അനുഭവത്തിൽ തന്നെ എത്രയോ പേർക്ക് മക്കളില്ലാതെ, വർഷങ്ങളായി മക്കളില്ലാത്തവർക്ക് ഉസ്താദിന്റെ അടുക്കൽ ഇസ്മായിൽ ഖാസിമി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ഉസ്താദിന്റെ ശിഷ്യന, എൻ്റെ കയ്യിൽ വെള്ളം വാങ്ങി തന്നിട്ട് അൽഹംദുലില്ലാഹ് വർഷങ്ങളോളം മക്കളില്ലാതെ കഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പരിശുദ്ധമായ മക്കത്ത് പോയിട്ട് ഉണ്ടായിരുന്ന ജോലി മാറ്റിവെച്ച് മക്കത്ത് പോയി വർഷങ്ങളോളം ദുആ ചെയ്ത് കഴിഞ്ഞ ഒരു കുടുംബം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർക്ക് അവിടെ നിന്ന് ഞാൻ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അൽഹംദുലില്ലാഹ് 3 മക്കളെ ഒറ്റ പ്രസവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അല്ലാഹു ആ മക്കളെയൊക്കെ നല്ല മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇതുപോലെ പറയാൻ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് ആ ഉസ്താദിന്റെ അനുസ്മരണമാണ്, ഉറൂസാണ്. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മജ്ലിസ് തുടങ്ങുമ്പോൾ മഴ പെയ്തു, അതും ദുആയ്ക്ക്
ഇജാബത്തുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് മഴ പെയ്യുക. മഴ പെയ്യുന്ന സമയത്തുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു ആമീന്റെ ഒന്നും ശബ്ദമൊന്നും കേൾക്കണില്ല. അല്ലാഹു ഈ മജ്ലിസ് ദുആയ്ക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഇരുന്നിട്ട് ആരാണോ ഉറക്ക ആമീൻ പറഞ്ഞത്, ആ ആമീൻ പറഞ്ഞ അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. കണ്ടോ ആമീനൊക്കെ വന്ന വരക്കം കണ്ടോ? ഇപ്പൊ ആമീന്റെ ഒക്കെ ശബ്ദം അറിയാതെ കൂടിയത് കണ്ടോ? അതാ വേണമെന്ന് വെച്ചാ ചക്കബേരിലേക്ക് അയക്കും. അപ്പൊ അൽഹംദുലില്ലാ, ഞാനും വലിയ സന്തോഷത്തില്, അൽഹംദുലില്ലാ വലിയ സന്തോഷത്തിൽ ഈ മജ്ലിസിൽ കൂടാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കരുതുന്നു. ഞാനും ദുആയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഒരല്പം മുന്നോട്ട് കയറിയിരുന്ന് നിങ്ങളുടെ കസേര ഒന്ന്, കാല് വെക്കുന്ന കസേര ഒന്ന് മാറ്റണം. ഒന്നൊരല്പം മുന്നോട്ടിരുന്ന് ആ പുറകെ നിൽക്കണം. ഒരുപാട് ബോക്സിന്റെ ചുവട്ടി കയറണ്ട. ഒന്ന് ഇൻഷാ അല്ലാഹ്. തിരിഞ്ഞു നോക്കരുത്, അത് നല്ല സ്വഭാവമല്ല. പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് നല്ല സ്വഭാവമല്ല. മുന്നോട്ട് കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും അൽഹംദുലില്ലാ ഒന്ന് മുന്നോട്ട് കയറിയിരുന്ന് എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഒന്ന് കയറിക്കോ ഒഴിഞ്ഞ കസേരയിലേക്ക്. ആ പുറത്തു നിൽക്കുന്ന സഹോദരങ്ങൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ കസേര വിട്ടിട്ടൊന്ന് മുന്നോട്ട് കയറിയാൽ മതി. അയ്യൂക്ക കയറിയിരുന്നോളി ഇൻഷാ അല്ലാഹ്. ഒന്ന് മുന്നോട്ട് കയറിക്കാം. മുത്തഅല്ലിമീങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് കയറിക്കാം. ഇനി സഹോദരിമാര് നിങ്ങളൊന്ന് എഴുന്നേറ്റ്, താത്താമാരൊന്ന് എഴുന്നേക്കടോ. ക്യാമറ തട്ടിക്കളയില്ല. സഹോദരിമാരൊന്ന് എഴുന്നേറ്റ്. ഈ സൈഡിൽ നിന്ന് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരല്പ ശബ്ദം കുറയ്ക്കണം. നിങ്ങളൊന്ന് ഇങ്ങോട്ട് നീങ്ങിയിരുന്നേപ്പം ഒന്ന് നീങ്ങിയിരിക്കറോ എല്ലാവരും. ഒന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിയിരുന്നല്ല, പുറത്ത് റോഡിന്റെ ഭാഗത്ത് കുറച്ച് സഹോദരിമാര് നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് നീങ്ങിയിരിക്കുക താത്താമാരെ. നിങ്ങളിങ്ങനെ ഒന്ന് കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലമ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്കെല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ മജ്ലിസിൽ ആരെല്ലാം ഒരുമിച്ച് കൂടിയോ എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജിനൊക്കെ പോകണ്ടേ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണം? ഹജ്ജിനൊക്കെ പോകണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു എല്ലാവർക്കും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഞാനും ഹജ്ജ് കഴിഞ്ഞ്, എൻ്റെ കുടുംബവും ഞാനും ഹജ്ജ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഹാജിയുടെ 40 ദിവസത്തെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നാൽ 40 ദിവസത്തോളം ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന. അപ്പൊ അൽഹംദുലില്ലാ, എല്ലാം കൊണ്ട് ഇന്നത്തെ ദുആ അൽഹംദുലില്ലാ അത് റാഹത്ത. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ഹജ്ജിനൊക്കെ പോകണം എല്ലാവരും. പക്ഷെ ഹജ്ജിന് പോകാനിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഹജ്ജിന് പോകണമെങ്കിൽ ഒരു 50 വയസ്സിന് മുമ്പേ പോയിട്ട് ഹജ്ജ് ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറഞ്ഞു തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഉപദേശം, ഞാനിപ്പോ ഹജ്ജിന് പോയപ്പോ, ആ ഹജ്ജിന് പോയ സമയത്ത് മിനായിലിരിക്കുമ്പോൾ ഞാനെടുത്ത ഒരു തീരുമാനമാണ്, ഇനി ആദ്യം പ്രസംഗിക്കുന്ന മജ്ലിസിൽ ഇതിനെക്കുറിച്ച് പറയുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് ചെയ്യാൻ പോകണ്ട നിങ്ങൾ. കാരണം പ്രായമാകുന്നവർ, രോഗികളായി കഴിയുന്നവർ ചെറുപ്പകാലങ്ങളിലാണ് ഹജ്ജ് ചെയ്യേണ്ടത്.
നല്ല ആരോഗ്യമുള്ള സമയത്ത്, ആഫിയത്തുള്ള സമയത്ത് വേണം പോയി ഹജ്ജ് ചെയ്യാൻ. അല്ലാതെ പ്രായമാകുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് തീർന്ന് സീസി അടഞ്ഞ് തീരാറായി ഖബറിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന സമയത്ത് പോയി ചെയ്യാനുള്ള ഒരു അമലല്ല ഹജ്ജ്. നമുക്കൊരു ധാരണയുണ്ട്, പ്രായമായവർക്കാണ് ഇത് നിർബന്ധമൊന്നല്ല. എടോ, ഹജ്ജ് ചെയ്യാൻ ആഫിയത്തും ആരോഗ്യമുള്ളവൻ മാത്രമേ ഹജ്ജിന് പോകും. കാരണം എന്തേ? അവിടെ പോയിട്ട് ഈ പ്രായമുള്ളവർക്ക് നടക്കാനോ ഒരു കാര്യമോ ഇബാദത്തുകൾ ഒന്നും ചെയ്യാൻ കഴിയണില്ല. പ്രായമാകുമ്പോ പടച്ചവനെ മക്കളെല്ലാം കൂടെ വാപ്പാനെ കയറ്റി വിടുക, എന്തായാലും തീരാറായില്ലേ, ഒന്നീ അവിടെ പോയി മരിച്ച സ്വർഗം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനല്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ പ്രായമുള്ള മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ കൂടെ പോകണം, അല്ലാതെ ഒറ്റയ്ക്ക് വിടരുത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് തരാനുള്ള ഏറ്റവും നല്ല ഉപദേശം, ഹജ്ജിന് പോകണമെങ്കിൽ അത് നല്ല സമയത്ത്, ആഫിയത്തും ആരോഗ്യമുള്ള സമയത്ത് വേണം അത് ചെയ്യാൻ പോകാൻ. അല്ലാതെ പ്രായമായി ഒട്ടും വയ്യാത്ത സമയത്ത് കയറി പോകരുത്. അള്ളാഹു നല്ല ആഫിയത്തും ആരോഗ്യമുള്ള സമയത്ത് പോയി ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പൊ അൽഹംദുലില്ലാ സമയം 10:30 ഇൻഷാ അല്ലാഹ്. 1 മണിക്കൂർ 11:30 ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. 12 മണിക്ക് മുമ്പ് നമ്മൾ ദുആ ചെയ്തു പിരിയും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇരിക്കല്ലേ? ഇൻഷാ അല്ലാഹ് ഇരിക്കല്ലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഈ 12 എന്നുള്ളത് ഇതിൽ കൂടെ കുറയ്ക്കണോ? ഇതിൽ കൂടെ കുറയ്ക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എത്ര എളുപ്പത്തിൽ നിർത്തണമെന്ന് പറ്റുന്ന അത്ര എളുപ്പത്തിൽ നിർത്തിയേക്കും ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നിവിടെ പ്രസംഗിച്ചവരെല്ലാവരും, എനിക്ക് മുമ്പ് പ്രഭാഷണം നടത്തി എല്ലാവരും ബഹുമാനായ ശൈഖുനാനെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലത് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്വഭാവമാണ് ജനങ്ങൾ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നത്, നമ്മളെ പുകഴ്ത്തി പറയുന്നത്. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല ഉമ്മ ഇന്ന ഉമ്മയാ, ഖദീജ ഉമ്മയാ, ആയിഷ ഉമ്മയാ. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും നല്ല പെണ്ണ് ആമിനയാണ്. ഈ ഇരിക്കുന്ന വാപ്പമാരുടെ ഇടയിൽ ഏറ്റവും നല്ല വാപ്പ അബൂബക്കർ എന്ന് പറയുന്ന ഹാജിയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ആണിനും പെണ്ണിനും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്വഭാവം. സിറാജ് ഉസ്താദിന്റെ വയല് കേൾക്കാൻ ഞാനിങ്ങനെ ആലോചിച്ചു. എന്നെ പ്രഭാഷണത്തിന് വിളിച്ച ആരെന്നറിയില്ല, അദ്ദേഹം എന്നെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ വല്ലാതെ ഇങ്ങനെ കോരിത്തെരിക്കുന്നുണ്ട്. വല്ലാതെ ഇങ്ങനെ എത്രത്തോളം മാക്സിമം നമ്മളെ പുകഴ്ത്തി പറയാൻ കഴിയും അത്രത്തോളം പറയുന്നുണ്ട്. അതിലൊന്നും കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത് കൊണ്ട് പ്രത്യേക നേട്ടമൊന്നുമില്ല, ഒരു മനസുഖം മാത്രം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് പറയേണ്ടവര് പറയുമ്പോൾ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ മരണപ്പെട്ടു പോയി, ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് 40 പേരും നല്ലത് പറഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗമുണ്ട്. അപ്പൊ ഒരാള് ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഒരാൾ മരണപ്പെട്ടതിനു ശേഷം ആ മനുഷ്യനെ കുറിച്ച് ജനങ്ങൾ നല്ലത് പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് നാളെ ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനമുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈ മാസക്കാലം ഇബ്രാഹിം നബിയെ ഒരുപാട് നമ്മൾ അനുസ്മരിക്കുന്നവരാ. ഓരോ ദുൽഹജ്ജ് മാസം കടന്നു വരുമ്പോഴും എല്ലാ വർഷവും ബലിപെരുന്നാൾ കടന്നു വരുമ്പോൾ ഇബ്രാഹിം നബിയെ അനുസ്മരിക്കുന്നവരാ നമ്മൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്, പടച്ചവനെ മരണശേഷം ഖിയാമത്ത് നാൾ വരെ എന്നെ കുറിച്ച് ജനങ്ങൾ അനുസ്മരിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എടോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മളെ കുറിച്ച് നമ്മൾ നല്ലവനാണെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാ. ഈ നാട്ടിലെ കാരണവന്മാർ ഒരാളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ കുടുംബത്തിലുള്ളവർ പറയുന്നു, ഈ കുടുംബത്തിലെ ആൺകുട്ടികളുടെ ഇടയിൽ ഏറ്റവും നല്ലവൻ ഇന്ന ചെറുപ്പക്കാരനാ, ഇന്ന പെൺകുട്ടിയാ എന്ന് പറയുമ്പോൾ ആ മക്കൾക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാ. ജമാഅത്തിന്റെ പരിപാലന സമിതി പടച്ചവനെ മഹല്ലിലെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ, നല്ലത് പറയുമ്പോൾ, പള്ളിയിലെ ഇമാമ് പറയുമ്പോൾ, ഉസ്താദന്മാര് പറയുമ്പോൾ, സയ്യിദന്മാര് പറയുമ്പോൾ, പണ്ഡിതന്മാര് പറയുമ്പോൾ, ഓരോരുത്തരും പടച്ചവനെ നമ്മളെ കുറിച്ച് നമ്മളെ നല്ലവരാണ് നമ്മളെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് കേൾക്കാൻ നമുക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ. എന്നാൽ എന്റെ പ്രിയ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടവര് പറയുമ്പോൾ പടച്ചവന് അതിന് വല്ലാത്ത ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് മഹാനായ ശൈഖുനാ മാണി ഉസ്താദിനെ കുറിച്ച് നല്ലത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നവര്, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, അതാ ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനെ കുറിച്ചും എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്, അതാ സ്വാഗതം പറയുകയാണ്. ആരാ പറയുന്നതെന്നറിയുമോ? കുടുംബക്കാരല്ല, കാരണവന്മാരല്ല, നാട്ടുകാരല്ല, കമ്മറ്റിക്കാരല്ല, ഇമാമല്ല, സയ്യിദന്മാരല്ല, പണ്ഡിതന്മാരല്ല, പ്രവാചകന്മാരല്ല. പിന്നെ പടച്ചവനെ ആരാ പറയുന്നതെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്ന, നമുക്ക് പടച്ചവനെ ആവശ്യമുള്ളത് മുഴുവനും തന്നുകൊണ്ട് നമ്മളെ പരിപാലിക്കുന്ന പടച്ച റബ്ബുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കുറിച്ച് വാഴ്ത്തുകയാണ്, ഒരു മനുഷ്യനെ കുറിച്ച് അവിടുന്ന് പുകഴ്ത്തുകയാണ്, ഒരു മനുഷ്യനോട് അല്ലാഹു സന്തോഷ വാർത്ത പറയുകയാണ്. പടച്ചവനെ എവിടെയാണ് പറയുന്നതെന്നറിയോ? ഏതെങ്കിലും പള്ളിയുടെ മിഹ്റാബിലല്ല, ഏതെങ്കിലും കോളേജിന്റെ മുമ്പിലല്ല, ഏതെങ്കിലും വഅദ് പറയുന്ന മജ്ലിസിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കഥാ വാഴ്ത്തി പറയുന്നത് എവിടെയെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഞാനും നിങ്ങളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കുറിച്ച് അവിടുന്ന് സ്വാഗതം പറയുകയാണ്, അല്ലാഹു വാഴ്ത്തുകയാണ്, അല്ലാഹു പുകഴ്ത്തുകയാണ്. എന്നിട്ട് പടച്ച റബ്ബ് പരിശുദ്ധമായ ഖുർആനില് അല്ലാഹു ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം സ്വർഗ്ഗത്തിൽ പോകണമെന്നാണ്. അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, അവിടെ പോകാൻ ദുആ ചെയ്യുന്നവരാ. എന്നാൽ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഈ സദസ്സിലിരിക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയുമോ? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വഅഖ്ബതൂ ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്നാ ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവര് സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്, അവര് കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വാഴ്ത്തി പറഞ്ഞ, അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ, അല്ലാഹു സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യനാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹം സ്വർഗ്ഗത്തിൽ പോകണമെന്നല്ലേ? പടച്ചവനോട് എപ്പോ ദുആ ചെയ്താലും എന്തു ചോദിക്കാൻ മറന്നുപോയാലും അല്ലാഹുവേ സ്വർഗ്ഗം തരണേ അല്ലാ. നിസ്കരിച്ചിട്ടാണെങ്കിലും നോമ്പ് പിടിച്ചിട്ടാണെങ്കിലും സദഖ കൊടുത്തിട്ടാണെങ്കിലും ഖുർആൻ ഓതിയിട്ടാണെങ്കിലും എന്തിനാ വഅദ് കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്? ഇതിനു പകരവും ചോദിക്കുന്നത് സ്വർഗ്ഗമല്ലേ? ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും അതിന് പകരം സ്വർഗ്ഗമല്ലേ ചോദിക്കുന്നത്? ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ് ഉസ്താദേ? ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ശഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗ്ഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാനാ. ഖബറിനകത്ത് കിടക്കുമ്പോഴും രാവിലെയും വൈകിട്ടും കാലിന്റെ ഭാഗത്ത് സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു തരുന്നത് കണ്ടുകൊണ്ട് കിടക്കണം ഉസ്താദേ. ജീവിക്കുന്നത് സ്വർഗ്ഗത്തിൽ പോകാനല്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഈ സദസ്സിലിരിക്കുന്ന ഒരാള് സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്. അവര് കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. അവരാരാണെന്നറിയുവോ? അവരാരാണെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ അതാ ഉലൈക അസ്ഹാബുൽ ജന്നാ ഹും ഫീഹാ ഖാലിദൂൻ. കാലാകാലം
കാലം അവർ സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ മനുഷ്യനാരാണെന്ന് പഠിക്കടാ. നാട് മുഴുവനും കവലകൾ മുഴുവനും പള്ളികളുടെ മുറ്റങ്ങൾ വരെ പടച്ചവനെ ഫുട്ബോൾ താരങ്ങളുടെ ഫ്ലക്സ് വെച്ചിരിക്കുന്ന കാലമാണല്ലോ. എന്തെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. എവിടെയോ കിടക്കുന്നവൻ, ലോകത്തിന്റെ ഏതോ മൂലയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പടച്ചവനെ എന്തൊക്കെയാണ് യുവതലമുറ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പെണ്ണെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, പിഞ്ചുമക്കളുടെ വീഡിയോ പിടിച്ചിട്ട് ഷെയർ ചെയ്യുന്ന ഉമ്മമാരെ, അല്ലാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്ക്. അല്ലാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് പഠിക്കു പെങ്ങള്. അല്ലാഹുവിന്റെ സ്വർഗം പടച്ചവര് എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ ആണിനും പെണ്ണിനും 33 വയസ്സാണ്. അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, രോഗികളില്ല, ആരുമില്ല. എല്ലാവർക്കും 33 വയസ്സാണ്. പടച്ചവനെ കറുത്തവരില്ല, ഗ്ലാമർ കൂടിയവരില്ല, ഗ്ലാമർ കുറഞ്ഞവരില്ല, ഇരുനിറമുള്ളവരില്ല. പടച്ചവനെ എല്ലാവർക്കും ഒരേ ഒരു സൗന്ദര്യമാണ്. ആരുടെ സൗന്ദര്യം എന്നറിയുമോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ സുലൈഖയുടെ രാജകൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ അതാ പോകുന്നതും മലക്കാണോ മനുഷ്യനാണോ? അത്ഭുതത്തോടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഗ്ലാമർ കണ്ടിട്ട് അറിയാതെ കയ്യിലിരുന്ന കത്തി കൊണ്ട് കൈവിരൽ പോലും മുറിച്ചു കളഞ്ഞു എന്ന് ചരിത്രം പറയുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ് സ്വർഗവാസികൾക്ക്. അവിടെ കഷ്ടപ്പാടില്ല വാപ്പാ. അവിടെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണ്ട, ഭാര്യയെയും മക്കളേക്കും ചെലവിന് കൊടുക്കണ്ട. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, പ്രയാസമില്ല, രോഗമില്ല. പടച്ചവനെ എന്ത് വേണമെങ്കിലും നിനക്ക് അല്ലാഹു അതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതൊന്നും ഒരു കെട്ടുകഥയല്ലടാ. ഇതൊക്കെ ഉസ്താദന്മാര് വെറുതെ തുള്ളുന്നതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തുറന്നു നോക്കിയാൽ കാണുന്നതാണ്. അവിടെ പാലിന്റെ അരുവികൾ കാണാം, തേനിന്റെ അരുവികൾ കാണാം, പടച്ചവനെ നദികൾ കാണാം. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. പെങ്ങളെ, രാവിലെ എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം വരെ കടന്ന് ജോലി ചെയ്യുന്ന പെങ്ങള്, സ്വർഗത്തിൽ നിനക്ക് ജോലിയില്ല. അവിടെ ഭക്ഷണം വെക്കണ്ട, പാത്രം കഴുകണ്ട, വീട് വൃത്തിയാക്കണ്ട, തുണി കഴുകണ്ട, ഒരു കഷ്ടപ്പാടുമില്ല. അതിലുണ്ട് മുന്തിരി തോട്ടവും റൊമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. പെങ്ങളെ, അവിടെ നിനക്ക് ജോലി ചെയ്യാൻ, നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ തോഴിമാരുണ്ടെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പഠിക്കടാ ചെറുപ്പക്കാരാ. ലോകത്തിന്റെ ഏതോ മൂലയിൽ കിടക്കുന്ന ഒരുത്തനെ കുറിച്ച് ഫ്ലെക്സ് വെച്ചിട്ട് പടച്ചവനെ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് എഴുതി വെക്കുന്നത്. എന്തെല്ലാമാണ് എഴുതി വെക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, അവൻ നീ ആരാണെന്ന് അവന് പോലും അറിയില്ലടാ ചെറുപ്പക്കാരാ. എന്തിനും ഒരു പരിധിയുണ്ട് ചെറുപ്പക്കാരാ. പെങ്ങള്, ഏതിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ സ്വർഗത്തിന്റെ അവകാശികളാകാൻ പരിശ്രമിക്കുക. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എന്റെ സ്വന്തം നഫ്സിനോടും എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഗതം പറഞ്ഞ അടിമയാരാണ്, വാഴ്ത്തി പറഞ്ഞ അടിമയാരാണ്, പുകഴ്ത്തി പറഞ്ഞ അടിമയാരാണ്? അവന്
കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അടിമയാരാണ്? അല്ലാഹുവേ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സ്വാഗതം പറഞ്ഞ, അല്ലാഹു സ്വർഗത്തിന്റെ അവകാശി എന്ന് സന്തോഷ വാർത്ത പറഞ്ഞ ഒരടിമ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു ആ ഒരടിമയിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ ഒരടിമയിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ നോക്കിയാലും ഫ്ലക്സ് വെക്കുന്നതൊക്കെ അതൊക്കെ ഈ എന്താ പറയാ, സ്പോർട്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ വേണം. പക്ഷെ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത് ആ എഴുതി വച്ചിരിക്കുന്ന ഓരോ ഫ്ലെക്സിലും എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങളാണ്. മുത്തുനബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ വാപ്പായെ കുറിച്ച്, ജന്മം കൊടുത്ത ഉപ്പയല്ലേ, ജന്മം കൊടുത്ത ഉപ്പാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. 10 മാസം ഗർഭം ചുമന്ന് വേദനയും സഹിച്ചു പ്രസവിച്ച ഉമ്മ, നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഉമ്മാനെ കുറിച്ച് ഒരു മക്കൾ ഇങ്ങനൊന്നും പറയാറില്ല. അതിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ കണ്ട പടച്ചറപ്പേ, അല്ലാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ, അല്ലാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞങ്ങളുടെ ഓരോ പള്ളികളുടെ ഫ്രണ്ടിൽ പോലും ഏറ്റവും കൂടുതൽ നീളമുള്ള ഫ്ലക്സ് വെക്കുന്നത് ആരാ? ഇപ്പൊ അവരാ മുമ്പന്തിയിൽ ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് മത്സരിച്ച ഓരോ പള്ളികളുടെ മുമ്പിലും നിരത്തി വെച്ചിരിക്കുക. പിന്നെ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോ കാണാനൊരു സന്തോഷമുണ്ട്. ഒരു ഫ്ലക്സേ ഉള്ളൂ, പക്ഷെ 5 കൊടിയും ഉണ്ട്, 5 രാജ്യത്തിന്റെ കളിക്കാരും ഉണ്ട്, ഒത്തൊരുമയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അപ്പൊ ഞാനിങ്ങനെ ഇസ്മായിൽ കാസിമിയുടെ വീട്ടിലോട്ട് പോണ വഴി നോക്കുമ്പോ ഒരു ഫ്ലക്സും 5 കൊടിയും കെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് 5 രാജ്യക്കാരാ. കൊള്ളാം, ഒരു ചെലവ് ചുരുക്കലായിരിക്കാം. 5 രാജ്യത്തിന്റെ കളിക്കാരുടെ എല്ലാവരുടെയും കൂടെ വെച്ചിട്ട് ഒരു ഫ്ലക്സ്. അൽഹംദുലില്ലാഹ്, എന്തുമാകട്ടെ, അതിലൊന്നും കാര്യമില്ലടാ ചെറുപ്പക്കാരാ. ഇതൊക്കെ ഈ ഓളവും ബഹളവും ഒക്കെ ഇപ്പൊ കഴിയും, ഇതൊക്കെ അങ്ങ് കഴിയും. പക്ഷെ അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അല്ലാഹു നമുക്ക് ആ ജീവിതത്തിൽ രക്ഷപ്പെടുന്നവർ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് അല്ലാഹു പുകഴ്ത്തി പറയുകയാ. മനുഷ്യന്മാരൊന്നും അല്ലല്ലോ പറഞ്ഞേ. മനുഷ്യന്മാര് പറഞ്ഞാൽ തന്നെ കേൾക്കാൻ എന്തൊരു രസവാ. ഇപ്പൊ ഈ ഇരിക്കണ സദസ്സിൽ നിന്നുകൊണ്ട് ഈ ഇരിക്കണ ഇത്ര ആൾക്കാരുടെ ഇടയിൽ ചങ്ങാതി, ഒരു നല്ല ചങ്ങാതി, എഴുന്നേറ്റ് വാ എന്ന് പറയുമ്പോൾ ഓനുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അല്ലാഹു തന്നെ ഒരാളെ പുകഴ്ത്തി പറയണമെങ്കിൽ മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് പറയുമെന്ന, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. എപ്പോഴും സ്വാഗതം. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ പോലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ മുമ്പിൽ 70,000 മലക്കുകൾ ഇറങ്ങി വരും. ഒരു മലക്കൊന്നുമല്ല, 70 മുതൽ 70,000-ഓളം വരുന്ന മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. മലക്കുകൾ വന്നിട്ട് ചോദിക്കുക, എന്തിനാ നീ കരയണേ, എന്തിനാ നീ സങ്കടപ്പെടണേ? അല്ലാഹു അലം പടച്ചവനെ, അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഖുർആനിലൂടെ അല്ലാഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ ഒരടിമയ്ക്ക് 3 അടയാളമുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര അടയാളമുണ്ട്? ആ ഒരടിമ ആരാന്ന് ചോദിച്ചാ നമുക്ക് ആർക്കും അറിയില്ല. ആ അടിമ ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോ എല്ലാരും പറയും ഞാനായിരിക്കും. പക്ഷെ ആ അടിമ ആരാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളം അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ആ അടിമയുടെ അടയാളം പറയുകയാ. ആ അടിമയ്ക്ക് 3 അടയാളമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരുന്നത്. ഈ പറയുന്ന അടയാളം പെങ്ങളെ നിനക്കുണ്ടോ? ഉമ്മ, 10ഉം 50ഉം 60ഉം വയസ്സുള്ള ഉമ്മമാരെ, ഈ പറയുന്ന അടയാളം നിനക്കുണ്ടെങ്കിൽ നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞത് സിറാജല്ല, ഏതെങ്കിലും തങ്ങന്മാരല്ല, ഏതെങ്കിലും പണ്ഡിതന്മാരല്ല. ഈ ലോകത്തിന്റെ ദിവനായ പടച്ച റബ്ബ് പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന വാപ്പാ, അടയാളമുണ്ടോ എന്ന് നോക്ക്. ഈ പറയുന്ന സ്വഭാവം നിനക്കുണ്ടോ? ഈ പറയുന്ന സ്വഭാവ ഗുണം ആർക്കാണുള്ളത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടുന്നതാ അടയാളം പറയുകയാണ്. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ഒന്നാമത്തെ
ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന ഒന്നാമത്തെ അടയാളം എന്താ? അല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹുവിനെ വല്ലാതെ പേടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ. ആരാ മുഅ്മിനെന്ന് പറഞ്ഞാൽ ആരാ? തൊപ്പിയും തഴമ്പും താടിയും ജുബ്ബയും ഇട്ടവന് മാത്രമല്ല, ആരാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്നറിയുവോ? ഒരു മുഅ്മിനിന്റെ അടയാളം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു മുഅ്മിനിന്റെ അടയാളം പറയുകയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ പേരെന്ന് പറഞ്ഞാൽ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ വജിലതു ഖുലൂബുഹും, അവന്റെ ഹൃദയമൊന്ന് കിടുങ്ങുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ജീവിതത്തിൽ ചെയ്തു കൂട്ടി അപരാധങ്ങൾ മുഴുവൻ അവന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. പടച്ചവരെ, ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും അവൻ ഏറ്റുപറയുകയാണ്. അവന് പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്. അല്ലാഹ് എന്ന് പറഞ്ഞാ പേടിക്കുന്ന ആരാവുള്ളത്? ഫർദയും ഹിജാബും കയ്യിൽ തസ്ബീഹും പിടിച്ച് ഈ പുണ്യമായ മജ്ലിസിൽ കടന്നു വന്ന ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത പറഞ്ഞ പെണ്ണാരെന്നറിയോ? അവൾക്ക് അല്ലാഹുടെ പേര് കേൾക്കുന്നത് പേടിയാ. അല്ലാഹ് എന്ന് പറഞ്ഞാ കരയും പെങ്ങള്, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന മുഖമങ്ങ് മാറുകയാണ്, കണ്ണുകൾ നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ശരീരം തളരുകയാണ്. പടച്ചവനെ, അവൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. അതുകൊണ്ട് ഖുർആൻ പറയുകയാ, സ്വർഗത്തിന്റെ അവകാശിയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അവൻ അല്ലാഹുവിനെ വല്ലാത്ത ഭയമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഒരു പ്രാവശ്യമല്ല 1,00,000 പ്രാവശ്യം അല്ലാ 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 1,00,000 പ്രാവശ്യം നിന്റെ ചെവിയുടെ ചാരത്ത് വന്നിരുന്ന് പറഞ്ഞാൽ പിടയ്ക്കുമോ നിന്റെ ഹൃദയം? വിറയ്ക്കുമോ നിന്റെ കൈകാലുകൾ? നിന്റെ കണ്ണ് നിറയുമോ ചെറുപ്പക്കാരാ? പടച്ചവനെ, ഭയമില്ലടോ നമുക്ക്. അല്ലാഹ് ആരാണെന്നറിയില്ലല്ലോ. അല്ലാഹ് ആരാണെന്നറിഞ്ഞാലല്ലേ പേടി വരൂ. അല്ലാഹ് ആരാണെന്നറിഞ്ഞാലല്ലേ ഭയം വരൂ. നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. അല്ലാഹുവിനെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ, പടച്ചവനെ കുറിച്ചുള്ള ഭയമുണ്ടാകുമായിരുന്നെങ്കിൽ, പടച്ചവനെ, നമ്മളൊന്നും ഒരിക്കലും ഇങ്ങനെയാകില്ലായിരുന്നു. നമ്മൾ ഒരിക്കലും പാപം ചെയ്യില്ലായിരുന്നു. ഇന്ന് അല്ലാഹുവിനെ ഭയമില്ലാതെ പോയിരിക്കുകയാണ്. എന്ത് തെറ്റും ചെയ്യാനുള്ള മനസ്സാണ്. ഏത് തെറ്റും ചെയ്യാൻ പേടിയില്ലടോ. പടച്ചവനെ, പണ്ട് പേടിയായിരുന്നു, തെറ്റുകൾ ചെയ്യാൻ ഭയമായിരുന്നു. ഇന്ന് പേടിയൊക്കെ മാറി. ഇന്നേതു പാപത്തിനെയും നിസാരമായി കാണുകയാണ്. മുത്തുനബി പറഞ്ഞു, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും. അന്ന് പാപമെന്ന് പറയുന്നത്, അന്ന് പാപം ചെയ്യുന്നത് മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ച് കളയുന്നത് പോലെയാ. ഇന്ന് നമ്മൾ ഓരോ പാപം ചെയ്തിട്ട് പറയുന്നത്, ഓരോ മനുഷ്യൻ എന്തൊക്കെയാ ചെയ്യുന്നത്, ഇതൊക്കെ പാപമാണോ, ഇതൊക്കെ പാപമാണോ? നിസ്സാരമാക്കുകയാണ്. അത് പാപത്തിന്റെ ഗണത്തിൽ എണ്ണപ്പെടുന്നില്ല. പെങ്ങളെ, കള്ള് കുടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, 7 വൻപാപങ്ങൾ നമ്മളെ ചെയ്യുന്നില്ല. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, അതിനെ പരിഗണിക്കാറില്ല. നമ്മൾ പല പാപങ്ങളെയും പാപങ്ങളാണെന്ന് അംഗീകരിക്കുന്നില്ല.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കടന്നു വരണം, പടച്ചവനെ കുറിച്ചുള്ള പേടി വേണം. എന്തും അല്ലാഹു ചോദിക്കുന്ന ഒരു ദിനം വരാനുണ്ടെന്നുള്ള ഓർമ്മ വേണം. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, മക്കളെ, കളിയും ചിരിയും തമാശയും അടിച്ചു പൊടിക്കും ആസ്വദിക്കലും ഇന്നത്തെ യുവതലമുറ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന. സിറാജേ, ജീവിതം നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തേച്ച് പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരുപാട് ചിരിക്കല്ലേ മോള്, ഒരുപാട് തമാശയും കളിയും ചിരിയുമാണ്. ഏതൊരു മനുഷ്യന്റെയും മുഖത്ത് നോക്കുമ്പോ വല്ലാത്ത ചിരിയാണ്. ഏത് സ്ഥലമാണെന്ന് നോക്കാറില്ല, എവിടെയും ചിരിയും കളിയും തമാശയുമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത്, സ്വഹാബാ, നിങ്ങൾ അധികമായിട്ട് ചിരിക്കല്ലേ, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കാവൂ, നിങ്ങൾ അധികമായിട്ട് കരയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കളിയും ചിരിയും തമാശകളുമായി ജീവിതം ആസ്വദിച്ച് നടക്കുമ്പോ ഒരുപാട് ചിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാണ്, കൂട്ടുകാരും കുടുംബക്കാരും ഒരുമിച്ച് കഴിയുമ്പോ പെങ്ങളെ, വല്ലാതെ ചിരിക്കുന്ന പെണ്ണേ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ മോളെ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്ക്. എന്തിനാ നോക്കാൻ പറഞ്ഞതെന്നറിയോ? കുല്ലും ബ്രീഇൻമോ സബ്ബഹും ഫീ അഹ്ലിഹി والموت أدنى من شراك نعله. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്, ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ മക്കളെ കടന്നു വരാനുള്ള സമയമുണ്ടല്ലോ, ആ മരണം നിന്റെ കൂടെ നടക്കുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാകണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് തെറ്റു ചെയ്യാ പേടിയില്ലടോ. നിസ്കരിക്കുന്നവനും കള്ളു കുടിക്കുകയാ, കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കുന്നുണ്ട്, കള്ളു കുടിക്കുന്നവന് പള്ളിയിൽ വരുന്നുണ്ട്, കഞ്ചാവടിക്കുന്നവന് പള്ളിയിൽ വരുന്നുണ്ട്. ഏത് നല്ല കാര്യം ചെയ്യുന്നു അതുപോലെ പാപവും ചെയ്യുന്നു, ഒരു ഭയമില്ലാതെ പോയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് തെറ്റു ചെയ്യാൻ അവസരം വല്ലാത്ത കൂടുതലാ പോരെ, ഇന്ന് തെറ്റു ചെയ്യാൻ വല്ലാത്ത അവസരങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ഇന്ന് കണ്ടുകുടിക്കാൻ പൈസ വേണ്ട, വ്യഭിചരിക്കാൻ പൈസ വേണ്ട, എന്ത് വൃത്തികേടുകൾ ചെയ്യാനും പൈസ വേണ്ട. ഇന്ന് കള്ളു വാങ്ങിത്തരാൻ കൂട്ടുകാരുണ്ട്, കഞ്ചാവ് തരാൻ കൂട്ടുകാരുണ്ട്, വീട്ടിലേക്ക് ക്ഷണിക്കാൻ പെണ്ണുങ്ങളുണ്ട്. ഇന്ന് തെറ്റു ചെയ്യാനുള്ള അവസരം വളരെ കൂടുതലാ. മക്കളെ, തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്തിരിയാൻ കഴിയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റി വാതിലടയ്ക്കുകയാണ്. സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ആരും കാണാതെ കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ വെച്ച് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, യൂസുഫേ,
എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമമാണടാ, വല്ലാത്ത പ്രണയമാണ്, നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് നീ എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരാറ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെന്ന് പ്രവാചകനായിട്ടില്ല. യൂസുഫ് എന്ന് പറയുന്ന സാധാരണ ഒരു ചെറുപ്പക്കാരന് മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് ആരും കാണാത്ത ഒരു സൗകര്യമൊരുക്കിയിട്ട് സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് ചോദിച്ചപ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി കാലമാദല്ലാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. ആരും കാണുന്നില്ല യൂസുഫ്, ആരും അറിയില്ല യൂസുഫ്, എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചതാടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ സുലൈഖയോട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, ആര് കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ, അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ആ അവസരം പടച്ചവനെ പാഴാക്കണം ചെറുപ്പക്കാരാ, വേണ്ടെന്ന് പറയണമടാ. തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ആരൊക്കെ നിർബന്ധിച്ചാലും, അത് വാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, മക്കളാകട്ടെ, കൂട്ടുകാരാകട്ടെ, പാപം ചെയ്യാൻ നിനക്ക് അവസരം ഒരുക്കി വെച്ചിട്ട് എല്ലാവരും പാപത്തിലേക്ക് നിന്നെ ക്ഷണിച്ച ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. നിസ്കരിക്കുന്നവർക്കൊരു സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ച ഹാഫിദിന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്ത ഹാജിക്ക് സ്വർഗമുണ്ട്, സദക്ക പള്ളി കെട്ടി കൊടുത്തവന് സ്വർഗമുണ്ട്, ഓരോ നന്മ ചെയ്യുന്നവനും എല്ലാവർക്കും സ്വർഗമുണ്ട്. ഒരു സ്വർഗമേ ഉള്ളൂ, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമേ ഉള്ളൂ, നോമ്പ് പിടിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, പള്ളി കെട്ടിക്കൊടുത്തവനൊരു സ്വർഗമേ ഉള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്, രണ്ട് സ്വർഗമുണ്ട്. ആർക്കാണ് അല്ലാഹു രണ്ട് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. പാപം ചെയ്യാൻ അവസരമുണ്ടാവുകയാണ്. കൂടെ പഠിക്കുന്നവന് ബിയർ തന്നിട്ട് പറയുന്നു കുടിക്കടാ, കൂടെ പഠിക്കുന്നവന് കഞ്ചാവ് കാണിച്ചിട്ട് പറയുന്നു വലിക്കടാ. എല്ലാവരും വലിച്ചല്ലോ, ഇനി നീ മാത്രമേ ഉള്ളൂ, നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നതൊന്ന് വലിക്കടാ. എല്ലാവരും നിർബന്ധിക്കുകയാണ്, കൂട്ടുകാരും മുഴുവനും സെറ്റ് ചേർന്ന് നിർബന്ധിക്കുകയാണ്. ആ സമയത്ത് അവരോട് പറയണം, ഇത് ഹറാമാ, ഇത് പാപമാ. അല്ലാഹുവേ, ഇത് വലിക്കുന്നതും ഇത് ഉപയോഗിക്കുന്നതും വൻപാപങ്ങളിൽ പെട്ടതാണ്. പടച്ചവനെ, ഇത് ചെയ്താൽ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഏ പെണ്ണേ, നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു കൂടെ നടക്കുന്ന ഒരുത്തം നിന്റെ കയ്യിൽ കയറി പിടിച്ചാൽ അവനോട് പറയണം, എടുക്കടാ കയ്യ്, ഈ ശരീരത്തിൽ നിന്ന് കൈയെടുക്ക്, ഇത് വ്യഭിചാരമാണ്, ഇത് വ്യഭിചാരമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ അന്യപുരുഷനാണ്, നീ എന്നെ തൊടുന്നത് വ്യഭിചാരമാണ്, നീ എന്നോട് സലാം പറയാൻ പോലും പാടില്ല, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കാണാൻ പോലും നിനക്ക് അവകാശമില്ല. കൂട്ടുകാരൊക്കെ വേറെ, ശരീരത്തെ തൊട്ടിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനും ഞാൻ തയ്യാറല്ല. ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ എന്റെ പൊന്നുമോളോട് പറയുകയാ, മോളെ, നിനക്ക് അല്ലാഹു രണ്ട് സ്വർഗമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ
മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ തങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാണ്. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊരു ചെറുപ്പക്കാരനെ സ്നേഹിക്കണമെങ്കിൽ അവൻ ആരായിരിക്കും? അവന്റെ സ്വഭാവം എന്തായിരിക്കും? സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ കടത്തിണ്ണയിലല്ല, റോഡിന്റെ സൈഡിലല്ല, വീടിന്റെ ഉള്ളറയിലല്ല, ഒന്നാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു നേരമല്ല, ഒരു ദിവസമല്ല, 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഒന്നാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ആ വരുന്ന വഴിയിൽ ഒരു പെണ്ണുണ്ട്. അവൾക്ക് ഇവനോട് വല്ലാത്ത പ്രേമമാണ്, ഇവനോട് വല്ലാത്ത സ്നേഹമാണ്. എന്തൊക്കെ ചെയ്തിട്ടും ആ ചെറുപ്പക്കാരൻ പരിഗണിക്കുന്നില്ല. അങ്ങനെ എന്തായാലും അവനെ വിടാൻ തീരുമാനിച്ചു. അവനെ വിടില്ല എന്ന് തീരുമാനമെടുത്തു. ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് നടന്നു പോവുകയാണ്. ഇരുട്ടുള്ള വഴിയിലൂടെ, ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ, ആരും പടച്ചവനെ ഇരുട്ടത്തി ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ സുന്ദരിയായ പെണ്ണു വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരനെ കയറി പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, നിന്നോട് വല്ലാത്ത സ്നേഹമാ, എനിക്ക് നിന്നെ വേണമെടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാടാ. ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് മാറിടത്തിൽ പിടിച്ച് കിടത്തി യാചിക്കുകയാണ്. പിടച്ചവനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുക്കുകയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ കൈകാല് വിറയ്ക്കുകയാ, അവിടുന്ന് കരയുകയാ. പടച്ചവരെ, ബോധം കെട്ട് താഴെ വീണടോ. ഒരു പെണ്ണ് കയറി കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അവിടുന്ന് തെറ്റിലേക്ക് വിളിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ ബോധം കെട്ട് താഴെ വീഴുകയാണ്. പടച്ചവനെ, പെണ്ണ് ഓടി രക്ഷപ്പെടുകയാണ്. വടിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ യാത്രക്കാരെടുത്തുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. അല്ലാഹുവേ, വാപ്പ ഓടി വന്ന് തന്റെ പൊന്നാര മകന്റെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു. ബോധം തിരിച്ചു വന്നപ്പോ അതാ കരയുന്ന പൊന്നുമകനോട് ചോദിച്ചു, എന്തു പറ്റി മോനെ? വാപ്പാ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ വാപ്പാ, ഞാൻ വ്യഭിചാരിയായി, ഞാൻ വ്യഭിചരിച്ചു പോയി വാപ്പാ. ഉപ്പ തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്തേ മോനെ നീ പറയുന്നത്? വാപ്പാ, പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയില് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ കേറി പിടിച്ചു വാപ്പാ, ഞാൻ നരകത്തിലാണല്ലോ, ഞാൻ നരകത്തിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകന് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. വാപ്പ പറഞ്ഞു, എന്റെ മകന് തെറ്റ് ചെയ്തില്ല, എന്റെ പൊന്നുമോൻ തെറ്റ് ചെയ്തില്ല, ആ പെണ്ണല്ലേ ഇങ്ങോട്ട് കയറി പിടിച്ചത്. വാപ്പ തന്റെ പൊന്നാര മകനെ സമാധാനിപ്പിക്കുകയാണ്. എന്തു പറഞ്ഞിട്ടും മകന്റെ സങ്കടം മാറുന്നില്ല. വാപ്പയോട് മകൻ പറയുന്ന ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്കാറ്, ഞാൻ പാപിയാണോ, ഞാൻ വ്യഭിചാരിയാണോ, ഞാൻ നരകത്തിലാണോ? അതാ അലി ഖലീഫയായ ഉമർ തങ്ങളോട് ചെന്ന് ചോദിക്കാറ്. തന്റെ പൊന്നാര മകന്റെ നിലവിളി കണ്ടപ്പോ പിതാവിന് പേടിയായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഓടിച്ചെന്നു. നടന്ന സംഭവങ്ങൾ മുഴുവനും പറയുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു
അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവന് തെറ്റുകാരനല്ല. ആ പെണ്ണല്ലേ ഇങ്ങോട്ട് കയറി പിടിച്ചത്. വാപ്പ സന്തോഷത്തോടെ തന്റെ പൊന്നാര മകന്റെ മുമ്പിലേക്ക് പടച്ചവനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വാപ്പ കാണുന്ന രംഗമെന്തെന്നറിയോ? തന്റെ പൊന്നാര മകന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ, നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. തെറ്റുകാരനായി പോയല്ലോ, പാപം ചെയ്തു പോയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരന്റെ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കിയിട്ട് ആ കബറിന്റെ ചാരത്തു നിന്നും മടങ്ങുമ്പോ ഉമർ തങ്ങൾ അവിടെ ഇരുന്നിട്ട് ഓതിയായത്താണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. മോനെ, നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ. അല്ലാഹു നിനക്ക് രണ്ട് സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ. എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടെന്നുള്ള ബോധം എനിക്കും ഉണ്ടാകണം, നിങ്ങൾക്കും ഉണ്ടാകണം. തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സംസാരമാകട്ടെ, നമ്മുടെ നടത്തമാകട്ടെ, നമ്മുടെ പെരുമാറ്റമാകട്ടെ, ഏത് കാര്യത്തിലും അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് വേണം ജീവിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദ് അല്ലാഹുവിനെ വല്ലാതെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യനാണ്. പടച്ചവനെ അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. എന്തൊരു താഴ്മയായിരുന്നു, എന്തൊരു വിനയമായിരുന്നു. അഹ്ലു ബൈത്തിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പടച്ചവനെ എല്ലാവരെയും സ്നേഹത്തോടെ ബഹുമാനത്തോട് കൂടിയാണ്. ഒരു മുത്തഅല്ലിമിനോട് പോലും വളരെ മാന്യമായ രീതിയിൽ പടച്ചവനെ ആ മുത്തഅല്ലിമിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ടാണ് ശൈഖുന എവിടെ നിന്ന് ജീവിച്ചിരുന്നത്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചപ്പോ ഇരിക്കുന്ന പലരും മഹാന്മാരെ കണ്ടിട്ടില്ലല്ലോ. പല മഹാന്മാരുടെ ചരിത്രം പറയുമ്പോ പടച്ചവനെ നമ്മൾ ഒരുപാട് മഖാമുകളിൽ കടന്നു പോകുന്നവരാ, മഹാന്മാരുടെ ചരിത്രം കേൾക്കുന്നവരാ. നമ്മൾ പല മഹാന്മാരുടെയും ചരിത്രം കേൾക്കും, പല മഖാമുകളും സിയാറത്ത് ചെയ്യാൻ പോകാറുണ്ട്. പക്ഷെ ഇവരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, അവരെ കുറിച്ച് പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര പേര് കണ്ടവരാ ഉസ്താദിനെ? ഉസ്താദിന്റെ സംസാരം, ഉസ്താദിന്റെ പെരുമാറ്റം. ഇവിടെ ഉസ്താദിനോട് സംസാരിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും സംസാരിക്കാൻ ആഗ്രഹമാണ്, എഴുന്നേറ്റ് പോകാൻ തോന്നാറില്ല. ഉസ്താദ് ഓരോരുത്തരെയും പ്രത്യേകം എന്നാ പോകുന്ന പറഞ്ഞു വിടാറില്ല. എത്ര നേരം ഇരുന്നാലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. വല്ലാതെ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച ഒരു മഹാന. അള്ളാഹു അവിടെ നിന്ന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയത് എന്തിനാ? ഇതൊരു വയലിന്റെ മജ്‌ലിസൊന്നുമല്ല. ഇത്രയും പേര് ഒരുമിച്ച് കൂടിയത് എന്തിനാ? ഉസ്താദ് അവറുകളോടുള്ള വല്ലാത്ത സ്നേഹം. ആ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവർ, അസ്മാഉൽ ഹുസ്നയായിരുന്നു ഉസ്താദിന്റെ ഏറ്റവും വലിയ ആയുധം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അത് കാണാതെ പഠിക്കണമെന്ന. അത് ഏതെങ്കിലും ഒരു മനുഷ്യന് കാണാതെ പഠിച്ചാൽ ആ മനുഷ്യനെ നരകത്തിന്റെ തീ തൊടില്ല എന്ന. അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന് അബൂ ഹുറൈറ തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. ഉസ്താദ് അവர்கள் എപ്പോഴും അസ്മാഉൽ ഹുസ്ന സാധാരണ ചെയ്യുന്ന ദിക്ർ, ചിലപ്പോ എന്തെങ്കിലും ഉസ്താദിനൊന്ന് കാണാൻ പോകുമ്പോൾ പറയും, ഉസ്താദ് സ്ഥിരമായി ചെയ്യുന്ന ചില അദ്കാറുകളുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മഹാൻ എന്ന് പറയാൻ, ഒരു മനുഷ്യൻ മഹാനാകുന്നത് ഇതൊക്കെ അള്ളാഹു പറയിപ്പിക്കുന്നതല്ലേ. അള്ളാഹു ഉസ്താദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ പോകുമ്പോ അൽഹംദുലില്ലാഹ് ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടു, ദിക്റുകൾ പറയുന്ന ഉസ്താദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇസ്മായിൽ ഖാസിമിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഖുർആൻ കേട്ടുകൊണ്ട് കിടക്കണം. അത് എത്ര വലിയ ഭാഗ്യവാ സഹോദര. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്കും നമ്മുടെ മക്കളെയും അല്ലാഹു ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ, അല്ലാഹു ആലിമീങ്ങളാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഖുർആൻ കേട്ടുകൊണ്ട് കിടക്കണമെങ്കിൽ എത്ര വലിയ ഭാഗ്യവാ അതൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് നമ്മൾ അള്ളാഹുവിന് ഭയമുള്ളവരാകണം. അള്ളാനെ നമ്മൾ പേടിക്കും തോറും, അള്ളാനെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവവും നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറും. അള്ളാഹുവിന് ഹൃദയത്തിന്റെ അകത്ത് കയറ്റിയാൽ മതി. അള്ള കയറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്വഭാവം മാറും.
യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയ സുലൈഖയുടെ ചരിത്രം എല്ലാ പെണ്ണുങ്ങൾക്ക് അറിയില്ലോ. കഥാപ്രസംഗം കേൾക്കുമ്പോൾ പ്രത്യേകം പെണ്ണുങ്ങൾക്ക് ആഗ്രഹം യൂസുഫ് നബിയുടെയും സുലൈഖ ബീബിയുടെയും കഥ കേൾക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവർക്കും യൂസുഫിനെ കയറിപ്പിടിച്ച സുലൈഖാനെ മാത്രമേ അറിയൂ. എന്നാൽ ആ സുലൈഖയുടെ പിന്നീടുള്ള ചരിത്രം നിങ്ങൾക്കറിയോ? യൂസുഫിനെ കയറിപ്പിടിച്ച സുലൈഖാനെ എല്ലാവർക്കും അറിയൂ. ആ സുലൈഖയുടെ പിന്നീടുള്ള ചരിത്രം നീ പഠിക്കണം. സുലൈഖ ആരായെന്നറിയോ? യൂസുഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരുടെ സ്വഭാവ ഗുണം. എടാ, ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ വേണ്ടാന്ന് മാറ്റിവെച്ച അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? സ്വർഗ്ഗമൊക്കെ പിന്നല്ലേ. ഒരു കാര്യം വേണ്ട എന്ന് ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിവെച്ച 3 പ്രതിഫലം കിട്ടും. അള്ളാഹു 3 പ്രതിഫലം കൊടുക്കും. അള്ളാഹു നൽകുമാറാകട്ടെ. ഈ സുലൈഖ എന്ന് പറയുന്ന ഈ പെണ്ണ് നമുക്ക് ചരിത്രമറിയാം. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം ഈ സുലൈഖയെ വിവാഹം കഴിച്ചു. യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകൻ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പ്രവാചകനായി, രാജ്യത്തിന്റെ ഭരണാധികാരിയായി ഈ സുലൈഖയെ തന്നെ കിട്ടി. ഈ സുലൈഖയെ വിവാഹം കഴിച്ചിട്ട് മണിയറയിൽ ചെന്നപ്പോ സുലൈഖ യൂസുഫിനോട് വലുതായിട്ട് സഹകരിക്കുന്നില്ല. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയോട് ചോദിച്ചു, സുലൈഖ, അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കയറി പിടിച്ചവളാ. അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കയറി പിടിച്ചവളാ. ഇന്ന് അള്ളാഹു ഹലാലാക്കി തന്നല്ലോ, നീ എന്താ ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് കളിക്കണേ? നീ മാറി മാറി പോണേ എന്താന്ന്? അന്ന് സുലൈഖ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് പെങ്ങളെ. സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, യൂസുഫേ, അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള പ്രേമം ഇതായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ഹൃദയത്തിൽ നീയല്ല. അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു, നിന്നോടുള്ള സ്നേഹമായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ഹൃദയത്തിൽ നീയല്ല. നിന്നെക്കാളും പടച്ചവനെ വേറെ ആളുണ്ട്. ആരാണ്? സുലൈഖ. സുലൈഖ ബീബി റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, എന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലയാ യൂസുഫേ. അല്ല കേറിയപ്പോ നീ താഴെയായി പോയി. അള്ളാഹു എന്റെ ഹൃദയത്തിന്റെ അകത്ത് കേറിയപ്പോ ആ സ്നേഹമൊക്കെ പോയി നിന്നോടുള്ള. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ തയ്യാറായാൽ, അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. പിന്നെ നീ ഫ്ലക്സ് ഒന്നും അടിച്ചു വെക്കണ്ട. നിന്നെ കാണുമ്പോ എഴുന്നേക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. എടാ, മഹാൻ എന്ന് പറഞ്ഞ ആരെന്നറിയോ? ഇന്ന് പലരും പടച്ചവനെ മഹാനാകാൻ വേണ്ടി കാശ് കൊടുത്ത ആളെ നിർത്തിയിരിക്കുകയാ. അവിടെ ഒരു ഉസ്താദ് ഉണ്ട്, അവിടെ ഒരു തങ്ങളുണ്ട്, അവിടെ ഒരു ബീവി ഉണ്ട്. ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാൻ ആളെ നിർത്തുന്ന കാലം. അതൊന്നുമല്ല. ഇവിടെ ചിലരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ ചില ആൾക്കാരെ കണ്ട ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അറിയാതെ എഴുന്നേറ്റ് പോകും. അതങ്ങ് എഴുന്നേറ്റ് പോകും. അത് അല്ലാഹു കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ അള്ളാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനവും ആദരവും എല്ലാം നമ്മളെ തേടി വരും. ഉയർച്ചയും എല്ലാം നമ്മളെ തേടി വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചോ പെങ്ങളെ. അള്ളാഹുവിനെ ഹൃദയത്തിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കൂ. ആ പടച്ചവനെ ഭയന്നുകൊണ്ട് ജീവിച്ച അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവരെ, എല്ലാവരും ഉസ്താദന്മാരെ കാണുമ്പോ പറയാറുണ്ട്, ഉസ്താദേ ദുആ ചെയ്യണം നല്ല മരണം കിട്ടാൻ. എല്ലാരും പറയുന്ന ഒരു വാചകമാണ്, ഉസ്താദേ നല്ല മരണം കിട്ടാ ദുആ ചെയ്യട്, ആഖിറത്ത് നന്നാകാ ദുആ ചെയ്യട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, ഉസ്താദേ ഈമാനുള്ള മരണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നല്ല മരണത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം. നല്ല മരണത്തിന്റെ അടയാളം എന്ന് പറയുന്നത്, വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാക്ഷിയാക്കി സ്വർഗത്തിന്റെ ചിത്രം കണ്ടിട്ട് മരിക്കണം. ഇങ്ങനെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ
കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാക്ഷിയാക്കി ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം. മരണപ്പെട്ട ഉടനെ നെറ്റിത്തടം വിയർക്കണം. മൂക്കിന്റെ ദ്വാരം വികസിക്കണം. മുഖത്ത് പ്രകാശമുണ്ടാകണം. ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം. ശരീരത്തിലും റൂമിലും സുഗന്ധമുണ്ടാകണം. ഈ 15 കാര്യം ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണമെന്ന് പറയുന്നത്. ഇതാണ് നല്ല മരണത്തിന്റെ അടയാളം. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. ഈ മരണം കിട്ടാൻ വേണ്ടി ആ ഉസ്താദെ ദുആ ചെയ്യണം, തങ്ങളെ ദുആ ചെയ്യണമെന്ന് ഞാനും പറയുന്നത്, നിങ്ങളും പറയുന്നത്. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നമുക്ക് അർഹതയുണ്ടോ? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു മരണം കിട്ടാൻ എനിക്കോ നിങ്ങൾക്കോ യോഗ്യതയുണ്ടോ? അതിന് താടിയും തഴമ്പൊന്നും വേണമെന്നില്ല. അപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് ഈ വ്യാഴാഴ്ച എൻ്റെ ഉമ്മയുടെ സഹോദരൻ പാലക്കാടാ. വലിയ ആലിമോ വലിയ ആളൊന്നുമല്ല, പക്ഷെ 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകും. ഒരു പാവപ്പെട്ട മനുഷ്യൻ. വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടെ. അദ്ദേഹത്തിന്റെ മയ്യത്ത് കണ്ടിട്ട്, എൻ്റെ മാമയാ, എൻ്റെ ഉമ്മയുടെ സഹോദരനാ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജനാസ കണ്ടിട്ട് ഒരു ഉമ്മ ചെറിയൊരു നെഞ്ചുവേദനയുണ്ട്, മയ്യത്ത് കണ്ടിട്ട് ആ ഹോസ്പിറ്റലിലോട്ട് പോയെ. നിങ്ങളുടെ ഉമ്മയുടെ സഹോദരന്റെ ജനാസ കണ്ടിട്ട് അവർക്ക് ചെറിയൊരു നെഞ്ചുവേദനയുള്ളത് കാരണം 12 മക്കളെ പ്രസവിച്ചൊരു ഉമ്മയാണ്. ആ ഉമ്മ ഈ മയ്യത്ത് കണ്ടിട്ട് ആ ഹോസ്പിറ്റലിലോട്ട് പോയ. പോണ വഴി അവരും മരണപ്പെട്ടു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച രാത്രി 2 മരണം. വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ജനാസ കബറടക്കി. 2 മരണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. അതുകൊണ്ട് ആ വെള്ളിയാഴ്ച മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നേ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. ബക്കറ്റുണ്ടോ? കഴിഞ്ഞ ബക്കറ്റ് ബക്കറ്റ് കഴിഞ്ഞ എനിക്ക് പോണോ? ഇപ്പൊ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോയാൽ മാത്രം പോരല്ലോ. എനിക്കെന്തായാലും അൽഹംദുലില്ലാ കയ്യിലിരിക്കുന്ന ഒരു സദക്ക എടുത്തിട്ട് പടച്ചവനോട് പറ, ഇതിന്റെ പ്രതിഫലം മരിക്കുമ്പോ കാണിച്ചു തന്നാ മതി പടച്ചവനെ, ഇപ്പൊ ഒന്നും വേണ്ട. ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ നിങ്ങൾ അള്ളാനോട് പറയണം, എനിക്കിത് ഇപ്പൊ ഒന്നും വേണ്ട. ഈ കൊടുക്കുന്ന പൈസയുടെ പ്രതിഫലം ഇപ്പൊ വേണ്ട. പടച്ചവനെ മരിക്കണ സമയത്ത് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് വരുമ്പോ ഇതിന്റെ പ്രതിഫലം നീ എനിക്ക് കാണിച്ചു തരണം. അള്ളാഹുവേ, എനിക്കൊരു നല്ല മരണം തരണമെന്ന് ഒറ്റ നിയത്ത്. ബക്കറ്റ് എന്തേപ്പോ? ബക്കറ്റ് ഇല്ലേപ്പോ? പടച്ചവനെ സാധാരണ സദസ്സുകളിൽ പോകുമ്പോ സ്കാനർ വരെ വെച്ച ബക്കറ്റാ വരാറ്. ഇവിടെ ഉണ്ടോ സ്കാനർ? ഇല്ലേ? സാധാരണ ഒരു സദസ്സിൽ പോകുമ്പോ കാരണം പൈസ ഇല്ലെന്ന് പറയാൻ പറ്റൂല, ഗൂഗിൾ പേയുടെ കാലിയാണല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ പടച്ചവനെ എനിക്കൊരു നല്ല മരണം താ അല്ലാഹ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സദക്ക കൊടുക്കേണ്ടത്, കാരണം ഇപ്പൊ ഒരു പുതിയ രോഗം ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പടച്ചവൻ ഇപ്പൊ പുതിയത് ഓരോ പുതുമയാ, ഓരോന്നിനും പുതിയ പുതിയ പേരുകളാ ഉണ്ടല്ലേ. ഇപ്പൊ തൂഫാൻ എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പിന്റെ പുതിയൊരു പരിപാടി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം പിടിയ ബറക്കത്തിന് മൊത്തം പിടിക്കണം നമ്മുടെ ആൾക്കാരാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാലോചിക്കുക. അപ്പൊ നല്ല പേര് തൂഫാൻ. പണ്ടൊരു തൂഫാൻ ഇറങ്ങി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്. എന്തായാലും ആ പേര് നല്ല പേരാ. ബിസ്മില്ലാ. അപ്പൊ അൽഹംദുലില്ലാ ഒരിക്കലും നഷ്ടമാകില്ല. ഒരൊറ്റ ഉപദേശം, ഇതിനകത്ത് ഇട്ടിട്ട് രണ്ടാമത് എടുക്കാൻ പാടില്ല. നമ്മളെങ്ങനെയെന്നറിയോ? ബക്കറ്റ് മുമ്പിൽ വരുമ്പോ അകത്തിട്ടിട്ട് പടച്ചവനെ 100 രൂപ ഇട്ടിട്ട് 90 ഇവൻ എടുക്കും, 10 അല്ലാഹ്ക്ക് കൊടുക്കും. ആ പരിപാടിയില്ല. ഉള്ളത് അൽഹംദുലില്ലാ നല്ല മനസ്സോടെ അല്ലാഹുവേ പടച്ചവനെ സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. മാരകമായ രോഗങ്ങളെ കരിച്ചു കളയുമെന്നാണ്. അപകടങ്ങളും ദുരന്തങ്ങളും തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്നാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ പടച്ചവനെ നല്ല മനസ്സോടെ ഒരു സദഖ എടുക്ക്. അല്ലാഹുവേ കൊടുക്കുന്നത് വെറുതെയാകില്ല. പടച്ചവനെ ഉസ്താദ് അവരുടെ കയ്യിൽ ആരെന്ത് കൊടുത്തു
കൊടുത്താലും പടച്ചവനെ എവിടെ പോയാലും ഉസ്താദിന്റെ ജീവിതം അങ്ങനെയാണോ? തൃക്കരിപ്പൂര് മുനവ്വറിലാണെങ്കിലും ഉസ്താദിന്റെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സദഖ കൊടുത്താലും അത് കൊണ്ടുവന്ന് എഴുതി വെക്കുമായിരുന്നു. ഉസ്താദ് എടുക്കാറില്ല. പടച്ചവനെ ഉസ്താദ് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ചെറുതും വലുതുമായി ഓരോരുത്തരും അതാ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തത് കൊണ്ടാണ് ഈ മനോഹരമായി 100ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനം എങ്ങനെ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദിന്റെ വലിയ മോഹമായിരുന്നു, ആഗ്രഹമായിരുന്നു. പടച്ചവനെ ഈ നാടിന്റെ വെളിച്ചമായി ഈ വളർന്നു വരുന്ന യുവതലമുറ രക്ഷപ്പെടാൻ പടച്ചവനെ പെൺകുട്ടികൾക്ക് പഠിക്കുവാനുള്ള മനോഹരമായ ഒരു സ്ഥാപനം ഇത് ഉസ്താദിന്റെ കയ്യിൽ കെട്ടിയതാണ്. ഈ കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണോ? ഇതൊന്നും വെറുതെയാകില്ല. നിങ്ങൾ കൊടുക്കുന്ന ഈ സദഖ പടച്ചവൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാനാണ്. ഈ പെൺമക്കള് പടച്ചവനെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമായി വഴിതെറ്റി പോകുന്ന പെൺകുട്ടികള് പടച്ചവനെ സന്മാർഗത്തിന്റെ പാതയിലേക്ക് നയിക്കാറ്. ഒരു സ്ഥാപനം ഇവിടെ നടക്കുമ്പോൾ അതിലേക്കാണ് സഹോദരങ്ങളെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും അത് നഷ്ടമാകില്ല, അത് നഷ്ടമാകില്ല. പെങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തോ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ മാരകമായി അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. പടച്ചവരെ, അപകട മരണങ്ങള് മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള മരണങ്ങളെ തൊട്ട് ഈ സദഖ കൊടുക്കുന്നവരെ നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് കൊടുക്കുന്നത് വെറുതെയാകില്ല സഹോദരാ. നിങ്ങൾ പലരും കൊടുത്തവരാണ്, നിങ്ങൾ പലരും കൊടുത്തവരാണ്. ആ കൊടുത്തത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇന്ന് സ്ഥാപനം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. പടച്ചവനെ, ഉസ്താദിനോട് വല്ലാത്ത സ്നേഹമുള്ളവർ, ഉസ്താദിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടവർ, ആ കൊടുത്തതൊക്കെയാണ് പടച്ചവനെ ഇന്ന് ഈ നാട്ടിലും ഈ സ്ഥലത്ത് കാണാനുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നല്ല മരണം കെട്ടാ ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ വെറുതെ കിട്ടില്ല ചെറുപ്പക്കാരാ. അല്ലാഹു ഇതുപോലെയുള്ള മനോഹരമായ ഒരു മരണം പടച്ചവനെ കൊതിക്കാറില്ലേ? പടച്ചവനെ, കിലോമീറ്ററുകളോളം ഉസ്താദിന്റെ ജനാസ കാണാറ് ഈ നാട് ഇതുപോലെ ജനസാഗരമായ വേറെ ഒരു ദിവസമില്ലടോ. പടച്ചവനെ, എത്ര പ്രാവശ്യമാണ് മയ്യത്ത് നിസ്കരിച്ചത്, അവസാനം നൃത്തം എന്ന് പറയുന്ന അവസ്ഥയെത്തിയില്ലേ? അല്ലാഹുവേ, ഇതുപോലെ മനോഹരമായ ഒരു മരണം കൊതിക്കാത്ത ആരാവുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നല്ല മരണം വേണോ? പെങ്ങളെ, നല്ല മരണം വേണോ? നല്ല മരണം കിട്ടാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. നല്ല മരണം കിട്ടാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. നല്ല മരണം കിട്ടാനുള്ള എളുപ്പവഴി എന്തെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാ അല്ലാഹുവിനെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കേറ്റാൻ പറ്റുമോ? പെങ്ങള്, എല്ലാവരെയും ഇറക്കി വെക്ക്, എല്ലാവരെയും ഇറക്കി വെക്ക്. എന്നിട്ട് ആ ഹൃദയത്തിന്റെ അകത്ത് ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബ്, പെങ്ങളെ, നിന്റെ കണ്ണൊന്ന് നനഞ്ഞ ആ കണ്ണുനീര് തുടച്ചു തരുന്നവൻ അല്ലാഹുവാണ്. നിനക്ക് സർവ്വതും തരുന്നവൻ അല്ലാഹുവാണ്. ആ പടച്ച റബ്ബ് തീരുമാനിച്ചതല്ലാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ആ പടച്ച റബ്ബ് നിന്നെ ഒരിക്കലും കൈവിടൂല. ഭർത്താവ് കൈവിട്ടേക്കാം, മക്കള് കൈവിട്ടേക്കാം, കൂടപ്പിറപ്പ് കൈവിട്ടേക്കാം, കുടുംബക്കാര് കൈവിട്ടേക്കാം. പക്ഷേ ആര് കൈവിട്ടാലും അല്ലാഹു ഒരിക്കലും നിന്നെ കൈവിടൂല. ആര് കൈവിട്ടാലും അല്ലാഹു നിന്നെ കൈവിടൂല. നീ കരഞ്ഞാ ചിലപ്പോ നിന്റെ ഉമ്മയ്ക്ക് വേദനിക്കണമെന്നില്ല, വാപ്പയ്ക്ക് വേദനിക്കണമെന്നില്ല, മക്കൾക്ക് വേദനിക്കണമെന്നില്ല. പക്ഷേ ഒരടിമയുടെ കണ്ണ് നിറഞ്ഞ അല്ലാഹുവിന് സങ്കടമാ പെണ്ണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ഹൃദയത്തിന്റെ അകത്ത് കേറ്റിയാൽ അല്ലാഹുവിന് നിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു സ്ഥാനം കൊടുത്താ
ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. 70 മുതൽ 70,000 വരുന്ന ഒരു സംഗമമായി ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വരികയാണ്. പെങ്ങളെ, നിന്റെ കണ്ണുകൊണ്ട് കാണുകയാ. അന്ന് നിനക്കും മലക്കുകളെ കാണാൻ പറ്റും പെങ്ങള്. ഫകസഫിനാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. അന്ന് എല്ലാവരുടെ കണ്ണുകളും അല്ലാഹു തുറക്കുകയാണ്. മലക്കുകളെ കാണാൻ പറ്റുകയാണ്. കാണാൻ കഴിയാത്ത പല കാഴ്ചകളും കാണുകയാണ്. 70,000 വരുന്ന മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അവര് സലാം പറയുകയാ. അവരെ സലാം പറഞ്ഞ് സ്വീകരിക്കുകയാ. പടച്ചവരെ, മലക്കുകൾ കടന്നു വന്നിട്ട് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. അതാ റൂഹ് പിടിക്കുന്ന സമയത്ത് മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ നീയൊന്ന് സങ്കടപ്പെടുമ്പോ, നീയൊന്ന് കരയുമ്പോ മലക്കുകൾ ചോദിക്കുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്നു, എന്തിനാടാ സിറാജേ കരയുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? എന്തിനാ നീ ദുഃഖിക്കുന്നത്? നീ വിഷമിക്കല്ലേ, നീ സങ്കടപ്പെടല്ലേ, നീ എന്തിനാ കരയല്ലേ? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാണ്. പടച്ചവനെ, എന്നിട്ട് അത് മാത്രമല്ല, സ്വർഗം എടുത്തിങ്ങനെ കാണിച്ചു തരികയാണ്. വഅബ്ശിറൂ ബിൽ ജന്നാ. ഇതാണടാ സ്വർഗം, ഇതാണടാ സ്വർഗം. ഇതിനു വേണ്ടിയല്ലേ ജീവിച്ചത്? ഇതിനു വേണ്ടിയല്ലേ ദുആ ചെയ്തത്? ഇതാണടാ സ്വർഗമെന്ന് കാണിച്ചു തരികയാണ്. വാപ്പാ, അല്ലാഹുവേ, മലക്കുകൾ നിന്റെ ചാരത്ത് നിൽക്കുകയാണ്. മലക്കുകൾ നിന്റെ ചാരത്ത് നിൽക്കുകയാണ്. ആ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, പറവാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞു തരുന്നത് മക്കളല്ല വാപ്പാ, കൂടെ പറപ്പല്ല വാപ്പാ, ഭർത്താവല്ല പെങ്ങള്, മാതാപിതാക്കളല്ല പെങ്ങള്. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ തലമുടയുടെ ഭാഗത്ത് നിന്നിട്ട്, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ശരീരത്തിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് ആ മലക്കുകൾ പറയുന്നു, പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വെറുതെ പറഞ്ഞതല്ല, സിറാജ് കൊതിപ്പിക്കാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. മലക്കുകൾ അവിടെന്ന് പറയും, ഞങ്ങൾ ആരാണെന്നറിയോ? ഞങ്ങൾ ആരാണെന്നറിയോ? നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരാ ഞങ്ങള്. പറമോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹാദത്ത് കലിമ അവിടെന്ന് പറഞ്ഞു തരികയാണ്. എന്നിട്ട് മലക്കുകൾ പറയുകയാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രമാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് നിന്റെ റൂഹിനെ പൊതിയാനുള്ളതാ, ഇത് നിന്റെ റൂഹിനെ പൊതിയാനുള്ളതാ. പടച്ചവരേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി.
അല്ലാഹുവിന്റെ മലക്കുകളെ സ്വാഗതം പറയുന്ന ഒരു മരണം വേണ്ടേ പെങ്ങള്? അങ്ങനെയുള്ള ഒരു മരണം വേണമെങ്കിൽ ഒരേ ഒരു നന്മ ചെയ്യ്. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹനെ കേറ്റ്, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹന് സ്ഥാനം കൊടുക്ക്. അല്ലാഹ് കേറിയാ നീ രക്ഷപ്പെടും പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, വഅദ് പറയുന്ന ഉസ്താദന്മാർക്ക് നിങ്ങളോട് ഒരാളോടും വെറുപ്പില്ല പെങ്ങള്, നിങ്ങളോട് ഒരാളോടും ദേഷ്യമില്ല പെങ്ങള്. പിന്നെ എന്തുകൊണ്ടാണ് ഉസ്താദന്മാര് നിങ്ങളോട് പറയുമ്പോൾ ഇത്തിരി അമിതമായി പറയുന്നത്? ഇത്തിരി അമിതമായി പറയുന്നത് നിങ്ങൾ നന്നായേ പറ്റൂ, നിങ്ങൾ നന്നാകണം. പെണ്ണ് നന്നായാൽ എല്ലാം നന്നായി. പെണ്ണിന്റെ പ്രിയപ്പെട്ടവര്, അൽഹംദുലില്ലാഹ്, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാ. പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾക്കൊക്കെ നിങ്ങളോട് എന്തോ വൈരാഗ്യം ഉണ്ടെന്ന്. ഒരിക്കലും ഇല്ല. അള്ളാഹു നിങ്ങൾക്കൊക്കെ നല്ലത് ചിന്തിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, അൽഹംദുലില്ലാഹ്, ഇവിടെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മക്കളെയൊക്കെ നല്ല മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. എത്ര വിദ്യാർത്ഥികളുണ്ട് ഇപ്പൊ ഇവിടെ? ഇവിടെ നിന്ന് 100ഓളം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി. ഇപ്പൊ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 140ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അള്ളാഹു മക്കളെയൊക്കെ നല്ല മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മുടെ പെൺമക്കളെ, നമ്മുടെ ഭാര്യമാരെ അള്ളാഹു എല്ലാരെയും നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ആമീൻ പറ. നീ വിചാരിക്കും ഉസ്താദ് ഇനി എന്റെ പെണ്ണുമ്പിള്ള നന്നായിട്ട് എന്ത് കിട്ടാനാണ് അല്ലേ? ആക്കാ, നീ മാത്രം നന്നായിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ മാത്രം നന്നായിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ നന്നായിട്ട് കാര്യമില്ല. നമ്മുടെ പെണ്ണുമ്പിള്ള കൂടെ നന്നാകണം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അള്ളാഹിനെ പേടിയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. കാരണം എന്തെന്നറിയോ? എടോ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നമ്മൾ ചരിത്രം പഠിക്കണം. ഇപ്പൊ ബോറടിക്കുന്നുണ്ടോ? നിർത്താറായോ? 11:30 ആയതല്ലേ ഉള്ളൂ. വാച്ചി നോക്കുന്നുണ്ടല്ലോ. നിർത്താറായോ? ഒറ്റ ഒരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പറയണോ നിർത്തണോ? ഇത് ചുമ തുടങ്ങി. പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വളയും മോതിരൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഈ ഫാനൊന്നു ഞാൻ ഇരുന്നോട്ടെ. ഒന്നാമത് എനിക്ക് സുഖമില്ലായിരുന്നു. ഡോക്ടർമാര് സർജറി ഒക്കെ പറഞ്ഞു. കൂടുതൽ നിൽക്കാനും നടക്കാനും ഒന്നും കഴിയണില്ല. അതിനിടെ ഹജ്ജിനും കൂടെ പോയി. ഹജ്ജെന്ന് പറഞ്ഞാൽ പടച്ചോനെ നടത്തുവാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. കിലോമീറ്ററുകൾ നടക്കണ്ടേ. അള്ളാഹു ശാരീരികമായിട്ട് ഇത്തിരി പ്രയാസങ്ങളുണ്ട്. അള്ളാഹു രോഗങ്ങളൊക്കെ ശുഭ നൽകുമാറാകട്ടെ. ഇരുന്നോട്ടെ. നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? ഇരുന്നോട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒരു ഫാത്തിഹ ഓദിക്കേ. ഇലാ ഹദ്റത്ത് റൂഹി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. എല്ലാവരുടെ കയ്യിലും ഫുഡ് കിട്ടിയില്ലേ? ഫുഡ് കൊടുത്തോ? പടച്ചോനെ, ഭക്ഷണം വന്നാ പിന്നെ ഭക്ഷണം തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കാരം പോലും മാറ്റി വെച്ചേക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളോട് ആരോടും വൈരാഗ്യമൊന്നും ഒരു ഉസ്താദന്മാർക്കും ഇല്ല. ഉസ്താദന്മാർക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉള്ളൂ. പക്ഷെ നിങ്ങൾ നന്നായേ പറ്റൂ. നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ വീട് നന്നായി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടെ ആണുങ്ങൾ നല്ലവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലുള്ള പെണ്ണുങ്ങൾ നല്ലവരല്ലെങ്കിൽ നമ്മുടെ മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ നല്ലവരല്ലെങ്കിൽ മക്കൾ എന്തായി പോകും? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? മക്കൾ എന്തായി പോകും? പാപ്പ എത്ര നല്ല മനുഷ്യനാണെങ്കിലും ഉമ്മ നല്ലവളല്ലെങ്കിലും മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പോകും. ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്? ഭാര്യയുടെ കയ്യിൽ. ഓള് നല്ലവളല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകുമെന്ന് ഞാൻ ചരിത്രം പറഞ്ഞുതരാം. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി വഅദ് പറഞ്ഞതുപോലെ ലോകത്ത് വേറെ ആരും വഅദ് പറഞ്ഞിട്ടില്ല.
950 വർഷക്കാലം രാവിലെ മുതൽ വൈകുന്നേരം വരെ വഴുതു പറഞ്ഞ പ്രവാചകനാ നൂഹ് നബി. അതുപോലെ വേറൊരു നബിയും വഴുതു പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ കാലം വഴുതു പറഞ്ഞ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം. ഏറ്റവും കുറഞ്ഞ കാലം വഴുതു പറഞ്ഞ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അള്ളാഹുവിനെ വിശ്വാസം ഇല്ലാത്തവളായിരുന്നു. ഈ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യക്ക് അള്ളാഹുവിനെ വിശ്വാസം ഇല്ലായിരുന്നു. അള്ളാഹുവിനെ വിശ്വാസം ഇല്ലാതെ വന്നപ്പോ തന്റെ മോനും തലതിരിഞ്ഞു പോയി. തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ തന്റെ പൊന്നാര മകൻ വെള്ളത്തിൽ മുങ്ങുമ്പോ പാപ്പ കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് വിളിക്കുന്നുണ്ട്, മോനെ, ഉപ്പച്ചിയുടെ പൊന്നു മോനിങ്ങി കേറ്. ഇത് സാധാരണ മഴയോ വെള്ളപ്പൊക്കോ ഒന്നുമല്ല, ഇത് അള്ളാന്റെ അദാബ. അതുകൊണ്ട് വാപ്പച്ചിയുടെ പൊന്നു മോൻ ഉപ്പാന്റെ കൂടെ കൂടിക്കോ. അൽഹംദുലില്ലാ, ഈ കപ്പലിൽ കേറി നീ രക്ഷപ്പെടും. വാപ്പാടെ പണി നോക്കിക്കോടെ. പച്ച മലയാളത്തിൽ പറഞ്ഞ ആ തലതിരിഞ്ഞ മകൻ വാപ്പാനോട് പറയുന്നു, വാപ്പാടെ പണി നോക്കിക്കോ. വെള്ളപ്പൊക്കം ഉണ്ടായ ആ മലയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടും. സുബ്ഹാനല്ലാഹ്. തന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്നിട്ട് ആ മോൻ ചത്തുപോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു പ്രവാചകന്റെ മകനാ. രണ്ടാമത്തെ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാം. ആ പ്രവാചകനും ദഅവത്തെടുത്തിയ നബിയാ. പക്ഷെ ഭാര്യക്ക് അള്ളാഹുവിനെ വിശ്വാസം ഇല്ലായിരുന്നു. മക്കളും തലതിരിഞ്ഞു പോയി. ഇതിനെന്ത് മനസ്സിലായി? അതുകൊണ്ട് ആ ഭാര്യമാര് നന്നാകണം, നമ്മളും നന്നാകണം, നമ്മുടെ ഭാര്യമാര് നന്നാകണം. ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാകും. ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാകും. അവളുടെ ഭർത്താവ് നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. നല്ല ഉമ്മമാരുടെ, അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിൽ നല്ല മക്കൾ. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരോട് പറയുന്നത്, എടാ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കിടന്ന് കറങ്ങുന്നതിനെ ഒന്നും കെട്ടാൻ നിൽക്കാതെ എടാ നല്ല ദീനുള്ളതിനെ കെട്ടാൻ പറയണേ. അതുകൊണ്ടാ ദീനുള്ളതിനെ കെട്ട്. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോന്നാ നോക്കണേ. ഇൻസ്റ്റാഗ്രാമിൽ എത്ര റീൽ ഉണ്ടെന്ന്. ഇന്നലെ എങ്ങാണ്ട പഠിച്ചോനെ ഒരു മരണം നിങ്ങളുടെ കാസർഗോഡ് കണ്ടപ്പല്ല ഉസ്താൻ ആലോചിച്ചു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. ദീനുള്ളതിനെ കെട്ടാൻ. പണമല്ല, സൗന്ദര്യമല്ല, കുടുംബമഹിമയല്ല, ദീനുള്ളതിനെ കെട്ടാൻ. ഈ ദീനുള്ളതിനെ കെട്ടിയാലുള്ള പ്രയോജനം എന്താ? ഞാൻ നിർത്താ. ദീനുള്ളതിനെ കെട്ടിയാലുള്ള പ്രയോജനം, എടാ ഈ പഠിച്ച നല്ല അറിവുള്ളവരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരെ വേണം വിവാഹം കഴിക്കാൻ. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ദീനുള്ളതിനെ കെട്ടണം. ദീനുള്ളതിനെ കെട്ടിയാൽ കുടുംബം റാഹത്തായി. അല്ലാഹു നമ്മുടെ കുടുംബം അങ്ങനെ ആക്കി തരുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. രാത്രി ഇറങ്ങി നടക്കും. നമ്മുടെ ഭരണാധികാരിയെ പോലെയൊന്നുമല്ല ഉമർ തങ്ങൾ. വല്ലാത്ത ടെൻഷനാ. അള്ളാഹുടെ മുമ്പിൽ കണക്ക് പറയണം. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. ഉമർ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്നു. ഇങ്ങനെ ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടന്ന് അവസാനം വെളുപ്പാങ്കാല സമയം ആകാറായി. ഉമർ തങ്ങൾ ഇങ്ങനെ തിരിച്ചു പള്ളിയിലേക്ക് പോവാ. അപ്പൊ ഉമർ തങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു. ഒരു വീടിന്റെ അകത്ത് വല്ലാതെ വഴക്ക് നടക്കുന്നു. വഴക്കാരൊക്കെ ഉമ്മായും മോളും തമ്മിൽ വല്ലാത്ത വഴക്ക്. ഇന്ന് വീട്ടിനകത്ത് വഴക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് വേറെ കാലത്തിനാ. 19 വയസ്സുകാരൻ 45കാരിയെ കെട്ടുന്ന കാലവാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അത് 5 പറ്റുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് പ്രേമത്തിന് കണ്ണും കാലും ഇല്ലാന്ന് ഇപ്പോഴാ മനസ്സിലാവണേ. പണ്ടൊക്കെ എല്ലാരും പറയാം അതിന് കണ്ണും കാലൊന്നും. ഇപ്പൊ എല്ലാം ഉണ്ട്. നാലുശേക്ക് ഉമ്മാന്ന് വിളിക്കണം. സ്വന്തം അമ്മയെ കെട്ടിയവനും ഉണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്വന്തം ഉമ്മാടെ അനിയത്തിയെ കെട്ടിയവനെ നമുക്കറിയാം. ചിരിക്കുന്നു, അവരാരി ചിരിക്കുന്നു. ഉമ്മാടെ അനിയത്തി എന്ന് പറഞ്ഞ ആരാടോ എന്നരച്ചേക്ക്. കാലിപ്പം അങ്ങനായി. ചിരിക്കൊന്നും വേണ്ട. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിയുടെ കട്ടിലിനടിയിൽ 2 ദിവസം കാമുകം താമസിച്ചു. സഹായം ചെയ്തു കൊടുത്തത് +1 പഠിക്കുന്ന സഹോദരിയ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾ എന്താ അത്ഭുതത്തോടെ ഇരിക്കണേ? സ്വന്തം അനിയത്തി 9ാം ക്ലാസ്സിൽ പഠിക്കണ അനിയത്തിയുടെ കട്ടിലിനടിയിൽ 2 ദിവസം കാമുകം താമസിച്ചു. ഹെൽപ്പ് ചെയ്തതാരാ? സ്വന്തം താത്ത. നാളെ രാവിലെ പത്രത്തിൽ കാണാം 16കാരിയെ പീഡിപ്പിച്ച പെണ്ണിന്റെ കഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. എവിടെത്തി നിൽക്കുന്നു? സുബ്ഹാനല്ലാഹ്. ഇതപ്പ ഞാൻ പറഞ്ഞേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ പോകുമ്പോ മോളും ഉമ്മായും കൂടെ നല്ല വഴക്ക്. എന്താപ്പാ വഴക്കെന്താന്ന് അറിയണമല്ലോ. ഉമർ തങ്ങൾ ഒന്ന് നിന്നു. ഇങ്ങനെ നിൽക്കുമ്പോ ഉമ്മ മകളോട് പറയുന്നുണ്ട് പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ. കാമുകന് വേണ്ടിയുള്ളതല്ലായിരുന്നില്ല.
പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ. അപ്പൊ മോൾ ഉമ്മച്ചിയോട് പറയുന്നു, ഇത് ചതിയാ, ഇത് പാപവാ. ഞാൻ ചെയ്യൂല ഉമ്മ, ഇത് തെറ്റാ ഉമ്മ. പാലിന്റെ അകത്ത് വെള്ളം കലർത്തിയിട്ട് കൊടുക്കുന്നത് തെറ്റാണ്, അത് വഞ്ചനയാ, ഞാൻ ചെയ്യൂല. ഉമ്മ ഉടനെ പറയാ, ബാക്കിയൊക്കെ വയലൊക്കെ പിന്നെ പറയാം, പൊടിക്ക് വെള്ളം വയലൊക്കെ നമുക്ക് പിന്നെ പറയാം. നിന്നോട് ഞാൻ പറയുന്നത് കേക്ക്, നീ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്ക്. ഈ മോൾ ഉമ്മാനോട് പറയുന്നുണ്ട്, ഉമ്മച്ചി രാജ്യം ഭരിക്കുന്നത് ഉമറാ, ഉമർ ഇബ്നുൽ ഖത്താബാണ് രാജ്യത്തിന്റെ ഭരണാധികാരി. ഞാൻ ഈ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങാണ് അറിഞ്ഞ നമ്മൾ രണ്ടെണ്ണത്തിനും വെറുതെ വിടൂല, ഞാൻ വെള്ളം ഒഴിക്കൂല. ഉമ്മ ചിരിച്ചോട്ട് ചോദിക്കുന്നുണ്ട്, ഉമർ നീ പാലി വെള്ളം ഒഴിക്കുന്നത് കാണാനിരിക്കും, ഓം വീട്ടിൽ കിടന്ന് ഉറങ്ങാം. ഉമർ നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങാ, ഖലീഫ ഇപ്പൊ വന്നിട്ട് നീ പാലി വെള്ളം ഒഴിക്കാൻ അറിയാൻ നിക്ക? ഉമർ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ, നീ പാലിൽ വെള്ളമൊഴിക്ക്. ഉമ്മ രണ്ടാമതും തന്റെ പൊന്നാര മകളെ നിർബന്ധിക്കുമ്പോ ആ മകൾ ഉമ്മാനോട് മൂന്നാമത് ചോദിച്ച ചോദ്യം, ഉമ്മച്ചി ഉമർ കാണുന്നില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് ഉമ്മ. ഉമർ കാണുന്നില്ല, ഖലീഫ ഉമർ അറിയുന്നില്ല, പക്ഷെ അല്ല അറിയുന്നുണ്ട്, അല്ല കാണുന്നുണ്ട്, ഞാൻ വെള്ളം ഒഴിക്കൂല. പടച്ചവനെ ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞിടാ മറുപടി കേട്ടപ്പോ വീട്ടിൽ നേരെ പള്ളിയിൽ പോയി സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പെണ്ണ് ആരാന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ. ഇന്ന വീട്ടിൽ പോയിട്ടൊരു പെൺകുട്ടിയുണ്ട്, അവൾ ആരാന്ന് അന്വേഷിച്ചിട്ട് വരണം. ഒരാളെ ഉമർ നിങ്ങൾ പറഞ്ഞു വിട്ടു. വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോ ഒരു യതീമായ ഒരു പെൺകുട്ടിയാ, പാപ്പ ഇല്ല, മരണപ്പെട്ടു പോയി. ഉമ്മയും മുകളും മാത്രമേ ഉള്ളൂ. ഈ ഉമ്മയും നല്ല ഉമ്മയാ, മോശക്കാരിയൊന്നുമല്ല. പാലിന് വെള്ളമൊഴിക്കാൻ പറഞ്ഞ കഥ വരാനുള്ള കാരണം, ആ വീട്ടിലാകെ വരുമാനം ഒരൊട്ടകമാ. ആ ഒട്ടകത്തിന്റെ പാല് കൊണ്ടാ ഇവര് ജീവിക്കണേ. ആഴ്ചകളായിട്ട് ഒട്ടകത്തിന്റെ പാലില്ലാത്തത് കാരണം വീട്ടിൽ പട്ടിണിയാ. അങ്ങനെ ഇരുന്നപ്പോഴാ ഇത്തിരി പാല് കിട്ടിയ. 2 ആഴ്ചകളായി വീട് പട്ടിണിയാണ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒരു അല്പം പാല് കിട്ടി. അപ്പൊ ഉമ്മ മകളോട് പറഞ്ഞു, ആ പാലിന്റെ അകത്ത് ഇത്തിരി വെള്ളം ഒഴിക്കാൻ, ഇത്രയേ ഉള്ളൂ. അപ്പോഴാണ് ആ മോള് പറയുന്നത്, പാപമാ, വഞ്ചനയാ, അല്ല കാണുന്നുണ്ട്. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. നേരെ വീട്ടിൽ പോയി 2 ആമക്കളെയും വിളിച്ചിങ്ങ് വാടാ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. വീട്ടിൽ ചെന്നിട്ട് ആമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു പാവപ്പെട്ട ഒരു പെണ്ണുണ്ട്, യതീമ, പാവവ, ഒന്നുമില്ല, വലിയ അറിയപ്പെടുന്ന കുടുംബമൊന്നുമല്ല, എനിക്ക് തന്നെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഉമർ തങ്ങൾ തന്റെ മക്കളെ വിളിച്ചിട്ട് പറയാ, വാപ്പയായി എനിക്ക് ആ മോളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പ്രായമായത് കൊണ്ട് പറ്റൂല. മക്കളെ, അവർക്ക് പണമില്ലെങ്കിലും വലിയ കുടുംബ മഹിമയൊന്നുമില്ലെങ്കിലും മക്കളെ, അവളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ല ഉണ്ടടാ, ദീനുണ്ടടാ, ആരാടാ കിട്ടുന്നേ? 2 മക്കളോടും ചോദിച്ചു. ആ പെണ്ണ് അള്ളാനെ പേടിയുള്ളതാ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരു വാക്കു പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. ആ ഉമർ തങ്ങൾ തന്റെ മക്കളോട് പറഞ്ഞ ഒറ്റ വാചകം, ദീനുണ്ട്, അവളുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളയുണ്ട്, ആരാ കെട്ടുന്നേ? ഉമർ തങ്ങളുടെ മൂത്ത മകൻ പറഞ്ഞു, ഞാൻ റെഡിയാവപ്പ. ദീനുണ്ടോ, അള്ള ഉണ്ടോ, എനിക്ക് വേണം അവളെ. പണമില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും പടച്ചവനെ ദീനുണ്ടോ, എനിക്ക് വേണം ബാപ്പാ. ഉമർ തങ്ങളുടെ പൊന്നാര മകനെ പടന്ന് വിവാഹം കഴിക്കുകയാണ്. ഇതാണടാ ചെറുപ്പക്കാരാ ദീനുള്ളതിനെ കെട്ടാൻ പറയുന്നത്. ദീനുള്ളതിനെ കെട്ടിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അതാ ചരിത്രം പഠിക്കുന്നവരാണല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. കരയും ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ വല്ലാതെ ഭയന്ന് ജീവിച്ച മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഖുർആൻ ഓതിയിട്ട് കരയുമായിരുന്നു. ചാട്ടവാറ് കൊണ്ട് സ്വന്തം വിചാരണ ചെയ്യുമായിരുന്നു. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് പടച്ചവനെ കരയുമായിരുന്നു. പടച്ചവനെ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ശൈഖുന മാണിയൂർ ഉസ്താദിന്റെ ഖബർ സിയാറത്തിന് പോകുന്നവരോട്, മക്കളെ, ആ ഖബറിന്റെ പരിസരത്ത് പോകുമ്പോ നിങ്ങൾക്കൊരു ഭയമുണ്ടാകണം, ഒരു പേടിയുണ്ടാകണം. പെങ്ങളെ, ശബ്ദമൊക്കെ ഒന്ന് താഴ്ത്തണം. പെങ്ങള്, പൊന്നുമോനെ, ഖബറിന്റെ ചാരത്ത് പോകുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അല്ലാഹുവേ, സാധാരണ നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ ഖബറുണ്ടല്ലോ, നിന്റെ വാപ്പ കിടക്കുന്ന, നിന്റെ ഉമ്മ കിടക്കുന്ന, നിന്റെ കൂടപ്പറപ്പ് കിടക്കുന്ന സാധാരണ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോകുമ്പോ പോലും വല്ലാത്ത ബഹുമാനം വേണമല്ലോ. പടച്ചവനെ, ഖബറെന്നു കേട്ടാൽ
തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബർ കണ്ടാ കരയണം. അത് ഔലിയാക്കന്മാരുടെ ഖബറിനെ കുറിച്ചല്ല, മഹാന്മാരുടെ ഖബറിനെ കുറിച്ചല്ല. ഖബറിനെ കുറിച്ച് പറഞ്ഞാ കരയണമടോ, ഖബറിനെ കുറിച്ച് പറഞ്ഞാ പേടിക്കണമടോ. ഖബർ കണ്ടാ കരയണമെന്നാണ്. അതുകൊണ്ട് ബഹുമാനവും ആദരവും കൊടുത്തിട്ട് വേണം അവിടത്തേക്ക് കടന്നു പോകാൻ. നിങ്ങളെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തിരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഖബറിന്റെ മുകളിൽ ബോധമില്ലാതെ കിടന്ന മനുഷ്യനാ. പെങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം കരയാതെ വായിക്കാൻ പറ്റുമോ പെങ്ങള്? ചരിത്ര പുസ്തകം വായിക്കാൻ കിട്ടും പെങ്ങള്. കരയാതെ നിന്നെ കൊണ്ട് പറ്റുമെങ്കിലും വായിച്ചു തീർക്ക്. ചിലരുടെ ചരിത്രം വായിച്ചാൽ അറിയാതെ കരഞ്ഞു പോകും പെങ്ങള്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരണമെടുത്തെന്ന് മനസ്സിലാവുകയാണ്, മരണമെടുത്തെന്ന് മനസ്സിലാവുകയാണ്. കുളിച്ചു ഒരുങ്ങുകയാണ്, കഫം തുണി എടുക്കുകയാണ്, മരിക്കാൻ തയ്യാറായി പടച്ചവനെ റൂമിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. കഫം തുണിയും എടുത്തുകൊണ്ട് മരിക്കാൻ തയ്യാറായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കിടക്കുകയാണ്. അവിടെ നിന്ന് വിളിക്കുന്നു, ഫാത്തിമ വാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ പോവുകയാ ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, പൊരുത്തം തരണേ. ഭർത്താവ് ഭാര്യയോട് യാത്ര പറയുകയാണ്. രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറയാ പോവുകയാണ്. അങ്ങനെ പരസ്പരം രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ ഇനി വല്ലതും പറയാനുണ്ടോ? സമയമായി ഫാത്തിമ, സമയമായി ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ കരയുകയാണ്, ഫാത്തിമ കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ വെളിയിലിറങ്ങ്, റൂമിന്റെ വെളിയിലിറങ്ങ്, വാതിലടയ്ക്കു ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനോട് ചോദിക്കുന്നു, എന്തേ ഈ അവസാന സമയം എന്നെ റൂമിന്റെ അകത്ത് നിന്ന് പുറത്താക്കുന്നത് എന്തിനാണ്? നിങ്ങളോട് കൂടെ നിൽക്കാൻ കിട്ടുന്ന അവസാന നിമിഷമാണല്ലോ, ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരമാണല്ലോ, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? എന്തിനാ പുറത്തിറങ്ങാൻ പറയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല. ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ ജാർ. ഫാത്തിമ അതിഥികൾ വരുന്നു ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ വരുന്നു ഫാത്തിമ. എന്റെ അടുത്ത് നിൽക്കല്ലേ, എന്റെ അടുത്ത് നിൽക്കല്ലേ, സ്നേഹം കൊണ്ട് പറയുകയാ ഫാത്തിമ വെളിയിലിറങ്ങ്, വാതിലടയ്ക്കു ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ സമയത്ത് ഭാര്യയോട് പറയുന്നു, വെളിയിലിറങ്ങി വാതിലടയ്ക്കാറ്. മനസ്സില്ല മനസ്സോടെ വെളിയിലിറങ്ങുകയാണ്. ഭർത്താവ്
ഭർത്താവിന്റെ റൂമിന്റെ വാതിലടയ്ക്കുകയാണ്. സിനിമാ കഥ പറയുകയല്ല, സീരിയൽ കഥ പറയുകയല്ല, ആർക്കും പഠിക്കാൻ കഴിയുന്ന ചരിത്രമാണ്. ഫാത്തിമ വീടിന്റെ വാതിലടച്ചു. പെങ്ങളെ, ഭർത്താവ് റൂമിന്റെ അകത്തും മരിക്കാൻ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവൾ വീടിന്റെ വാതിലടച്ചിട്ട് റൂമിന്റെ പുറത്ത് നിന്ന് കരയുകയാണ്. അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ, എന്റെ ഭർത്താവിനെ കാണാൻ ആരോ വരുന്നെന്ന് പറഞ്ഞല്ല റബ്ബേ. ആരാ അല്ലാ വരുന്നത്? മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ആരോ ഒരാൾ വരുന്നുണ്ടല്ലോ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. ആരാണ് തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത്? ആ വാതിലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ആരാ വന്നതെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്നത് എന്തെന്നറിയോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്കിനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ റൂഹ് പഠിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. കാരണം പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവുകയാ. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകളെ കടന്നു വന്നിരിക്കുകയാണ്. പടച്ചവരെ, ഫാത്തിമ ചിന്തിക്കുന്നു, റബ്ബേ, എന്റെ ഭർത്താവ് പോവുകയാണല്ലോ, എന്റെ ഭർത്താവ് മരിക്കുകയാണല്ലോ. എങ്ങനെയാ അല്ലാ, എന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് കാണണമല്ലോ. പെങ്ങളെ, ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്ന ഉമ്മ അസ്റായീൽ കടന്നു വന്നപ്പോ, റൂഹ് പഠിക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന പാരായണം ചെയ്യുകയാണ്. സാധാരണ ആയത്തല്ല ഓതുന്നത്, സാധാരണ ആയത്തല്ല ഓതുന്നത്. ഓതിയായത്തേതെന്നറിയോ? ഓതിയായത്തേതെന്നറിയോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്ത്, തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. വാതിലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. എങ്ങനാ നല്ല മരണം കിട്ടുന്നതെന്നറിയുവോ? ആർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്നറിയുവോ? ഫാത്തിമ, വൽആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനമാ ഫാത്തിമ. നല്ല മരണം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? എങ്ങനാ നല്ല മരണം കിട്ടുന്നതെന്നറിയോ? വൽആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യമാ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യമാണ്. ഫാത്തിമയുടെ കണ്ടടങ്ങൾ നിറയുകയാണ്. ഭർത്താവ് മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. എന്നിട്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അവിടുന്ന് ഷഹാദത്ത് കലിമ പറയുകയാണ്. അനങ്ങുന്നില്ല പെങ്ങള്, അനക്കമില്ല പെങ്ങള്, കയ്യിട്ടടിക്കുന്നില്ല, കാലിട്ടടിക്കുന്നില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് അനക്കമില്ല. ഫാത്തിമ വാതിൽ തുറക്കുകയാ. പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂമിന്റെ അകത്തേക്ക് ഓടിച്ചെല്ലുമ്പോ എന്തൊരു സുഖമെന്നറിയോ, എന്തൊരു സുഗന്ധമെന്നറിയോ. ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു സുഗന്ധം റൂമിന്റെ അകത്ത്. തന്റെ ഭർത്താവിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രകാശമെന്നറിയോ, എന്തൊരു പ്രകാശമാ, എന്തൊരു പുഞ്ചിരിയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, പ്രകാശിക്കുന്ന മുഖത്തോടെ റബ്ബേ ലോകത്തോട് വിട പറഞ്ഞു കിടക്കുകയാണ്. എല്ലാവരും ഓടി വരികയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണാൻ എല്ലാവരും വരുന്നടോ. വന്നവര് പറയുന്നു, എന്തൊരു സുഗന്ധമാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു പുഞ്ചിരിയാ അല്ലാഹ്. എല്ലാരും പറയുന്നു പെങ്ങള്, എല്ലാരും പറയുന്നു പെങ്ങള്. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ കബറടക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞു, കബറടക്കി കഴിഞ്ഞു. ആരും പിരിഞ്ഞു പോകുന്നില്ല. കബറടക്കാമെന്ന് ഒരാളും പിരിഞ്ഞു പോകുന്നില്ല. എല്ലാവരും അവിടെയും ഇവിടെയും ഒരുമിച്ച് നിൽക്കുകയാണ്. വലിയ ചർച്ചയായി, വലിയ ചർച്ചയായി. എല്ലാരും പരസ്പരം പറയുന്നു, എന്തൊരു മരണമാ അല്ലാഹ്. അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഭാര്യയോട് യാത്ര പറഞ്ഞല്ലോ, ഖുർആൻ ഓതിയല്ലോ, ഷഹാദത്ത് കലിമ പറഞ്ഞല്ലോ. മയ്യത്തിനെ ചുമന്നവരും കുളിപ്പിച്ചവരും പറയുന്നു, വല്ലാത്ത സുഗന്ധമാ. അല്ലാഹുവേ, ജനങ്ങളെല്ലാവരും കൂടെ തീരുമാനമെടുത്തു, അറിയണമല്ലോ, ഇങ്ങനെ ഒരു മരണം കിട്ടാനുള്ള കാരണം അറിയണമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് രണ്ടാമതും പോവുകയാണ്. മയ്യത്ത് കബറടക്കിയിട്ട് ജനങ്ങൾ മുഴുവനും വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ. സങ്കടപ്പെടുത്താമെന്നതല്ല, വേദനിപ്പിക്കാമെന്നതല്ല. ഭർത്താവിന്റെ മരണത്തിന്റെ വേദനയിലാണെന്നറിയാം, മരിച്ചതിന്റെ സങ്കടത്തിലാണെന്നറിയാം, ഇരിക്കുകയാണെന്നറിയാം. ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നത് ഒരേ ഒരു കാര്യം ചോദിക്കാനാ, ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. എന്താണെന്നറിയോ, നിന്റെ ഭർത്താവ് മരിച്ചത് പടച്ചവരെ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആൻ ഓതിയല്ലോ, സഹാദത്ത് കലിമ പറഞ്ഞല്ലോ. വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. ഞങ്ങളും മരിക്കേണ്ടവരാ ഫാത്തിമ, ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ. അതുകൊണ്ട് എന്ത് നന്മയാ നിന്റെ ഭർത്താവ് ചെയ്തത്, എന്ത് നന്മയാണ് നിന്റെ ഭർത്താവ് ചെയ്തത്. ഒരു നാട് മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് ചോദിച്ചപ്പോ ആ ഫാത്തിമ എന്ന് പറഞ്ഞ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പിന്നെ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്.
അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ പേടിയാ, എന്റെ ഭർത്താവിന് പടച്ചവനെന്ന് പറഞ്ഞ പേടിയാ. എന്നിട്ട് മഹദി തന്നെ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ നാവിൽ നിന്ന് അല്ലാ എന്ന പേര് വന്നു. എന്റെ നാവിൽ നിന്ന് അല്ലാ എന്ന് ഞാനൊന്ന് പറഞ്ഞപ്പോ നരകം പറഞ്ഞില്ല, ഖബർ പറഞ്ഞില്ല, മരണം പറഞ്ഞില്ല, മഹ്ശറ പറഞ്ഞില്ല, സിറാത്ത് പറഞ്ഞില്ല, മീസാൻ പറഞ്ഞില്ല. പെങ്ങളെ അല്ലാ എന്നൊന്ന് പറഞ്ഞപ്പോ വെളുപ്പാൻ കാലം വരെ ഉറങ്ങാതെ എന്റെ ഭർത്താവ് സുജൂദിൽ കിടന്ന് കരഞ്ഞ മനുഷ്യരാ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ പേര് പറഞ്ഞ കരയടേ വാപ്പാ, അല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ പേടി വേടേ ഉമ്മ. ഹൃദയമൊന്ന് പിടയ്ക്കടേ, കൈകാലൊന്ന് വിറയ്ക്കടേ. എന്നെ പടച്ച ഒരു റബ്ബുണ്ടെന്നുള്ള ചിന്ത കടന്നു വരടേ. അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നാ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹ് എന്ന് പറയുമ്പോ ഒരു പേടി എനിക്കോ നിങ്ങളുടെയോ ഹൃദയത്തിൽ വരുന്നുണ്ടെങ്കിൽ അല്ലാഹ് നമുക്ക് വേണ്ടി ആ സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലാഹു